സിസ്റ്ററെ. സിസ്റ്ററിനുള്ള സാക്ഷ്യത്തിനുള്ള അവസരമാണ്, സാക്ഷ്യം പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പാട്ടിന്റെ 4 വരി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമുണ്ട്, ഏകസത്യ വേദമുണ്ട്, ഏകസത്യ ദൈവമുണ്ട്, ഏകസത്യ വേദമുണ്ട്, ഏകസത്യ മാർഗമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്. ഏകസത്യമാർഗമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു ബാലരൂപം തീർത്തു, കണ്ട കല്ലും മരങ്ങളും കൊണ്ടു ബാലരൂപം തീർത്തു, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്ന് നിരൂപിക്കേണ്ടാരും, ചത്തമർത്യാത്മാക്കൾ ദൈവം എന്ന് നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നതിന് ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ദാസി റേച്ചൽ തോമസിനോടും ആ ദൈവദാസിയോടും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായിരിക്കുന്ന, ഇപ്പോൾ കേൾക്കുന്നവരും ഇനി കേൾക്കാനിരിക്കുന്നവർക്കായിട്ടെല്ലാം ദൈവനാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ആദ്യമായി തന്നെ എൻ്റെ ജീവിതത്തിലെ യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ളൊരു കാലം, അതേക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് രാധ. ഹിന്ദു മതപ്രകാരം ഞാൻ ജനിച്ചത് എൻ്റെ കുറ്റമല്ലല്ലോ. ഞാൻ ആ മതപ്രകാരമുള്ള കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ആ മതത്തിൻ്റെതായ രീതിയിലും ചട്ടങ്ങളും അതിന് പ്രകാരമുള്ള ജീവിതം മുന്നോട്ട് പോയി. അപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അന്നേ ഉണ്ടായിരുന്നു. പിന്നീട് വചനത്തിലെ ബൈബിളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പിന്നീട് മനസ്സിലായിടയായി. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ യേശുവിനേക്കാൾ മുമ്പുള്ള കാര്യം ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾക്ക്, ഞമ്മളെ ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോ ഹിന്ദു മതപ്രകാരം എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലെ പ്രായമായപ്പോ എൻ്റെ ജാതകം എഴുതിയ പ്രകാരം എൻ്റെ ജാതകം 35 വയസ്സ് വരെ എൻ്റെ ജാതകം എഴുതിയിട്ടുള്ളൂ. പിന്നെ 35 വയസ്സിന് ശേഷം ജാതകം എഴുതിയ വ്യക്തിക്ക് എന്നെ കാണാനില്ല, എൻ്റെ കാര്യങ്ങൾ പറയാനും കഴിയണില്ല, ജാതകം എഴുതി നിർത്തി. എൻ്റെ പിതാവിനോട് പറയാനിടയായി വന്നു, 35 വയസ്സ് വരെ എനിക്ക് ആയുസുള്ളൂ എന്ന് പറയാനിടയായി. എന്നോടത് പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഈ 35-ാമത്തെ വയസ്സിലാണ് ദൈവത്തെ കണ്ടുമുട്ടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അപ്പൊ ഞാൻ ബാക്കിലേക്ക് ഒന്നും ചിന്തിക്കാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കില്ല. എൻ്റെ അമ്മ മാനസിക രോഗിയായിരുന്നു. ആ മാനസിക രോഗം വരാനുള്ള കാരണം ഹിന്ദു മതപ്രകാരമുള്ള കാര്യങ്ങൾ, അമ്മയുടെ സഹോദരന് ഒരു മകൻ ഒരു കൊച്ചുണ്ടാവാൻ വേണ്ടിയിട്ട് അന്നത്തെ ആ ആചാരങ്ങൾ അനുസരിച്ച് ചില ദൈവിക ആലോചനകളൊക്കെ കേട്ട പ്രകാരം എൻ്റെ അമ്മയാണ് അതിന്റെ ആചാരങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമർപ്പിക്കപ്പെട്ടത്. അന്ന് അമ്മ കൊച്ചുകുട്ടിയാണ്. അപ്പൊ ആങ്ങളയ്ക്ക് വേണ്ടി കൊച്ചുണ്ടാവാൻ വേണ്ടി അത് അമ്മ തീരുമാനമെടുത്ത് അമ്മ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ
എന്റെ അമ്മയുടെ ആങ്ങള ഭാര്യയും കൊണ്ട് കാശ്മീര് കൽക്കട്ട എവിടെയായിരുന്നു പട്ടാളക്കാരൻ, അവനെ കൊണ്ടുപോയി പ്രഗ്നന്റ് ആയി തിരിച്ചു വന്നു. അപ്പൊ അന്നൊരു കാര്യം അവര് പറഞ്ഞിട്ടുണ്ട്, ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അനുസരിക്കാതെ തെറ്റിച്ചാല് നിങ്ങളുടെ കുടുംബം മുഴുവൻ പ്രാന്തായി തീരുന്നു പറയടെയായി. അങ്ങനെ എന്റെ അമ്മ 18 വയസ്സൊക്കെ ആയപ്പോ അമ്മയുടെ വിവാഹം കഴിഞ്ഞു. അമ്മയ്ക്ക് ആചാരം ഇതൊക്കെ ചെയ്യാൻ സാധിക്കാത്ത ലെവലായി. ആ സമയം എനിക്ക് ഓർമ്മയുണ്ട്, 6-7 വയസ്സ് എനിക്കുണ്ട്. പട്ടാളത്തിൽ നിന്ന് എന്റെ അമ്മയുടെ ആങ്ങളയെ വീട്ടിൽ കൊണ്ട് ഇറക്കിയവര്, മാനസിക രോഗിയായിട്ട് ഇറക്കി. അപ്പോഴേക്കും മാമന് കൊച്ചൊക്കെ ആയി. അങ്ങനെ ഇറക്കി. അവിടെ നിന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ, എന്റെ അമ്മയ്ക്ക് 2 സഹോദരൻ 1 സഹോദരി ഉള്ളത്. കുറച്ച് നാള് കഴിഞ്ഞപ്പോ അമ്മയുടെ രണ്ടാമത്തെ സഹോദരന് മാനസിക രോഗിയായി. അവിടെ നിന്ന് കുറച്ച് നാള് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ സഹോദരിക്ക് ഉണ്ടായില്ല, സഹോദരിയുടെ 2 മക്കളും മാനസിക രോഗിയായി. ഇന്നും ഒരു വ്യക്തി ജീവിച്ചിരിക്കേണ്ട, ഒരു വ്യക്തി മരിച്ചുപോയി. എന്റെ അമ്മ, എന്നെ പ്രസവിച്ചപ്പോ അമ്മയ്ക്കില്ല, എന്റെ രണ്ടാമത്തെ അനിയത്തിനെ പ്രസവിച്ചപ്പോ അമ്മ മാനസിക രോഗിയായി തീർന്നു. അവിടുന്ന് ഞങ്ങൾ 5 മക്കളെ, ഞാൻ മൂത്തവള്. അങ്ങനെ എന്റെ അമ്മ മാനസിക രോഗിയായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുവിധ പ്രായമാവണ വരെയും. അതിനിടയിൽ കുറച്ച് നാളൊക്കെ മാറ്റങ്ങൾ വന്നു. പിന്നെ അമ്മ ഇന്ന് ഭൂമിയിലില്ല, എന്റെ പിതാവും ഭൂമിയിലില്ല. അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 35-ാമത്തെ വയസ്സിൽ ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച്, ഞാൻ ദൈവം അന്ന് ആരാണെന്ന് സങ്കല്പിച്ച അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. പിന്നെ എന്റെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് അറിയാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അതിനുള്ള മുഖാന്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങള് താമസിക്കേണ്ട അടുത്ത് എല്ലാം RC ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവർ. അപ്പൊ എനിക്ക് ഹിന്ദു മതത്തിന്റെ ഭയങ്കര തലക്കടിച്ചുകൊണ്ടിരുന്ന ആളാക്കി. എന്റെ വിചാരം യേശു ക്രിസ്ത്യൻ മതത്തിന്റെ ദൈവം എന്നുള്ളത് കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരിയോട് ഞാൻ ഒരു ബുക്ക് ചോദിച്ചപ്പോ ഈ സഹോദരി മുഖാന്തരം ഒന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞ മണിക്കൂറോളം പറഞ്ഞ കഴിയാത്ത സാക്ഷിയ. ചുരുക്കമായിട്ട് ഞാൻ പറയാൻ ആ സമയത്തിനുള്ളിൽ നമ്മൾ നിൽക്കണല്ലോ. അങ്ങനെ ഈ സഹോദരിയുടെ ഒരു ബുക്ക് ചോദിച്ചപ്പോ ഈ സഹോദരി ബൈബിൾ കൊണ്ട് എന്റെ കയ്യിൽ തരാനിടയായി. അപ്പൊ അന്നത്തെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ, വളരെ കഷ്ടത്തിലൂടെ എന്റെ ഭർത്താവ് ശബരിമലയ്ക്ക് കുളിക്കാണ്. വീട്ടില് അന്ന് 1 രൂപ 50 പൈസ ഒരു കട്ടൻ ചായ വെക്കാം. 1 രൂപയ്ക്ക് പഞ്ചസാര കിട്ടും, 50 പൈസക്ക് ചായ കിട്ടും, ആ പൊതികള് കിട്ടും. അതുപോലും വാങ്ങാൻ പറ്റാതെ, ഒരു കട്ടൻ ചായ പോലും വെക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെ പോണ സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരിയോട് ഞാൻ പുസ്തകം ചോദിച്ചു. ഈ സഹോദരി ബൈബിള് കൊണ്ട് എൻ്റെ തന്നു. അപ്പൊ ബൈബിൾ ഇങ്ങനെ തുറന്ന് ഞാൻ മനസ്സൊരുക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയുന്ന രീതിയിൽ പ്രാർത്ഥന, എന്താ ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ തുറന്ന് കിട്ടിയ 2 പേജ് ഞാൻ ഫുൾ വായിച്ചു. ഫുള്ളായിട്ട് വായിച്ചപ്പോ അതിലത്തെ ഒരു വചനം എന്റെ ഹൃദയത്തിൽ തറയ്ക്കാനിടയായി. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അന്ന് എന്റെ ഹൃദയത്തിൽ തറച്ചത് ഈ നിമിഷം അത് പോയിട്ടില്ല. അങ്ങനെ ബൈബിൾ ഞാൻ എന്റെ വീട്ടിൽ വെച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു സഹോദരി, എനിക്ക് ടൈലറിങ് അറിയാം, ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നു. ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞ സമയത്ത് കൊടുക്കണ ആ വിശ്വാസത എല്ലാവർക്കും ഉള്ളത് കൊണ്ടും അവള് വന്ന് എൻ്റെ തുണി തന്ന് പോയി. ഞാൻ തുണി തയ്ക്കാൻ നിവർത്തിയിട്ട് തയ്ക്കാൻ വേണ്ടി കത്തര എടുത്ത്, തുണി വെട്ടാൻ വേണ്ടി കത്തര എടുത്തപ്പോ എന്റെ ഈ കൈ ചത്തു. ഈ വലത്തെ കൈക്ക് സ്വാധീനമില്ല. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് തുണി വെട്ടാൻ പറ്റുന്നില്ല. എന്റേതായ പരിശ്രമം മുഴുവൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് തുണി വെട്ടാൻ സാധിച്ചില്ല. അങ്ങനെ കുറെ ഞാൻ മൽപ്പിടുത്തം കഴിഞ്ഞ അവസാനം കത്തര അവിടെ വെച്ചു. അപ്പൊ ഈ ബൈബിൾ കൂടി ഇരിക്കുന്നുണ്ട്. വീണ്ടും പോയിട്ട് ഞാൻ ബൈബിൾ എടുത്തു. ദൈവമേ, എന്താ എനിക്ക് ഇങ്ങനെ കഷ്ടം, കട്ടൻ ചായ പോലും വെക്കാനില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഞാൻ വീണ്ടും കണ്ണടച്ച് ദൈവമേ എന്ന് ചോദിച്ചാൽ എന്റെ അറിവ് പോലെയൊക്കെ പ്രാർത്ഥിച്ച വീണ്ടും ഞാൻ തുറന്നപ്പോ കിട്ടിയ 2 പേജും ഞാൻ ഫുള്ളായിട്ട് വെച്ച RC ബൈബിളാ. അങ്ങനെ വീണ്ടും ഞാൻ തുറന്ന് വായിച്ചപ്പോ ഒരു വചനം, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ രക്ഷിക്കുന്ന ഒറ്റ നാമമുള്ളൂ, യേശു എന്ന നാമം. അതും തറച്ചു. അപ്പൊ എന്റെ ഭർത്താവ് വന്ന് ചെറിയ പണിയൊക്കെ കിട്ടി, ലോറിയിൽ ആക്ടിങ് ആയിട്ട് ക്ലീനർ ആയിട്ട് പോണ കാലം. ആള് റേഷൻ അരി അത്യാവശ്യം അന്നന്ന് തന്നുകൊണ്ട് മുന്നോട്ട് പോണം. ഭർത്താവ് വന്നിട്ട് ഞാൻ പറയുമ്പോ ഭർത്താവ് പറയും, നിനക്ക് 5 പൈസ കുറവാണ്, നിനക്ക് മെന്റൽ തുടങ്ങി വെക്കാന്ന് പറയും. അപ്പൊ ആളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. പിറ്റേ ദിവസം ഈ പിന്നെ ബ്ലൗസ് വാങ്ങാൻ വന്നു. അപ്പൊ എനിക്ക് ഇതൊന്നും അവരെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, തയ്ച്ചിട്ടില്ല ഷീല, നീ പോ, ഞാൻ നാളെ തീർച്ചയായിട്ടും തരാം, നീ ധൈര്യമായിട്ട് പോന്ന് പറഞ്ഞു. അങ്ങനെ അവള് പോയതിനു ശേഷം വീണ്ടും തുണി ഞാൻ നിവർത്തിയിട്ട് വീണ്ടും തലേദിവസത്തെ പോലെ തുണിയൊക്കെ നിർത്തിയിട്ട് കത്തരി എടുത്ത് വെട്ടാൻ നോക്കിയപ്പോ കത്തരി എടുത്തപ്പോ എന്റെ കൈ വീണ്ടും സ്വാധീനമില്ല. എങ്ങനെ പരിശ്രമിച്ചും തുണി വെട്ടാൻ എനിക്ക് സാധിക്കുന്നില്ല. 1 മണിക്കൂറോളൊക്കെ ഞാൻ കുസ്തി പിടിച്ചു. അങ്ങനെ അവിടെ വെച്ചു. വീണ്ടും ഞാൻ പോയിട്ട് ബൈബിൾ എടുത്തു. ദൈവമേ എന്താ അത് എന്നൊക്കെ അന്നത്തെ അറിവ് വെച്ച് എന്തൊക്കെയോ ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും കണ്ണടച്ച് ദൈവമേ എന്ന് വിചാരിച്ച് തുറന്ന് കിട്ടി 2 പേജ് ഞാൻ വായിച്ചു. ആ വായിച്ചപ്പോ വീണ്ടും ഒരു വചനം എൻ്റെ ഉള്ളിൽ വന്നു. വീട് പണിയുന്ന നിങ്ങൾ കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അപ്പൊ ഞാൻ അടച്ചു, അവിടെ വെച്ചു. പിറ്റേ ദിവസം
സഹോദരി വന്നു, ബ്ലൗസ് തുണി ചോദിച്ചു, തയ്ച്ചിട്ടില്ല. ഞാൻ എടുത്ത തുണി കൊടുത്തു. എനിക്ക് തയ്ക്കാൻ പറ്റിയില്ല, നീ ആരുടെയും കൊടുത്തുന്നിട്ട് അവളുടെ കയ്യിൽ കൊടുത്തപ്പോ അവളെ വിശ്വസ്ത വിചാരിച്ചിട്ട് തന്നത്, അവൾക്ക് വിചാരിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അവള് അത് വാങ്ങി തുണി പുറത്തേക്ക് നിന്ന് വീടിന്റെ മുറ്റത്ത് നിന്ന് അവൾക്ക് എന്തൊക്കെ പറയാൻ തോന്നി, വായല് തോന്നിയത് മുഴുവൻ അസഭ്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് പറയാൻ മാറില്ല, എന്റെ വശം തെറ്റുവന്നു, ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഇവൾക്ക് തോന്നിയതൊക്കെ പറഞ്ഞവള് പോയി കഴിഞ്ഞപ്പോ ഞാൻ വീടിന്റെ വാതിൽ അടച്ചിട്ട് പായ നിവർത്തിയിട്ട് പായല് കിടന്ന് വിട്ട് ഞാൻ മരിച്ച വീട്ടിൽ കരയണ പോലെ കരഞ്ഞു. ദൈവമേ എന്താ, ഞാനോ വല്ലാത്ത അവസ്ഥയിൽ പോകണം. അതികൂടെ ഇവളുടെ സംസാരം കണ്ടപ്പോ എനിക്ക് തകർന്നു പോയി. ഞാൻ വീണ്ടും പോയിട്ട് ബൈബിൾ തന്നെ എടുത്തു. ദൈവമേ എന്താ ഇത്, കൂനിമ്മ പിന്നെ ഒരു കുരു വന്ന പോലെയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണടച്ചന്നൊക്കെ ഹൃദയം തകർന്നിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ വിചാരിച്ച് വീണ്ടും തുറന്നു. അപ്പൊ നിനക്ക് കൈ വന്നിരിക്കുന്ന ദൈവകൃപ നീ തട്ടിക്കളയരുത്. ആ വചനം എൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ 4 വചനം എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ വരുമ്പോ ഭർത്താവ് വരുമ്പോ പറഞ്ഞാൽ അതൊന്നും ആൾ അംഗീകരിക്കില്ല. അപ്പൊ പിന്നീട് വെച്ചാ ബൈബിൾ എന്റെ കയ്യിൽ വരാനുമുള്ള മുഖാന്തരത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല, ഒത്തിരി സമയം എടുക്കും. അങ്ങനെ എന്റെ ഉള്ളിലെ ഈ സഹോദരി വീട്ടിൽ പോയി പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ പറയാം, സമയം ഓർക്കണ്ട, സിസ്റ്റർ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിന് മുഖാന്തരം ബൈബിൾ എന്റെ കയ്യിൽ വരാനുള്ള ഒരു മുഖാന്തരം കൂടി പറയാനല്ലോ. ഈ RC സഹോദരിയുടെ ഭവനത്തിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നു. എന്റെ വീട്ടില് ഇങ്ങനെ ബുദ്ധി. അപ്പൊ എനിക്ക് പോയെങ്കിലും എനിക്ക് ഉള്ളം കൊണ്ട് ഇഷ്ടമില്ല. എന്നുവെച്ചാ ചമ്മലും ഇതൊക്കെ ഉണ്ട്. അമ്പലത്തിൽ പോണ ഞാനല്ലേ, അപ്പൊ അതിന് ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഈ സഹോദരി എന്നെ വിളിച്ചു. എന്റെ ഭർത്താവും ഞാൻ എന്റെ 2 കുട്ടികളും കൂടി സഹോദരി വീട്ടിൽ പോയിട്ട് മുട്ടുമ നിന്നു നിൽക്കാൻ പറഞ്ഞു. ഞാനും എന്റെ ഭർത്താവ് എന്റെ കുട്ടികൾ നിന്നു. മുട്ടുമ നിന്ന് സഹോദരി പറഞ്ഞു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാൻ ചമ്മലും നാണൊക്കെ ഞാൻ ചുണ്ടോണ്ട് ഇങ്ങനെ എനിക്കിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്നിങ്ങനെ ചുണ്ടിന് എനക്കല്ല, എന്റെ പെരുവരല് തൊട്ട് കറണ്ട് പാസ് ചെയ്യണ പോലെ ഒരു ശക്തി വന്നിട്ട് എനിക്ക് എത്രയോ ശബ്ദം ഉണ്ടോ അത്ര ഉച്ചത്തിൽ ഞാൻ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ എനിക്ക് എന്നെ പിടിച്ചെന്ന് നിയന്ത്രിക്കാൻ കിട്ടണില്ല. എത്ര ശബ്ദം ഉച്ചത്തിൽ ഇങ്ങനെ പറയാടെ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് പോന്നു. പിന്നീട് ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞു സഹോദരി. അങ്ങനെ പിന്നെ ഒരു ദിവസം ചെല്ലാനായിട്ട് വന്നു. ഇതുപോലെ 2-3 പേരെ കൂട്ടി കൊണ്ടുവരാൻ വന്നു. അപ്പൊ എന്റെ അനിയത്തി അടുത്തുള്ള 2 സഹോദരിമാരും കൂട്ടി അന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു. അന്ന് ഇതുപോലെ മുട്ടൂത്തി നിൽക്കാൻ പറഞ്ഞു, യേശു സ്തോത്രം, യേശു നന്ദി എന്ന് പറയാൻ പറഞ്ഞു. അതും ഞാൻ പറയാൻ തുടങ്ങിയപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ശക്തി എന്നിൽ വന്ന് ഞാൻ വിട്ട് പറയാൻ തോന്നും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാനൊരു ദർശനം പോലെ കാണാം, മാതാവ് കുട്ടീനെ എടുത്ത് നിൽക്കണ ഒരു രംഗം. അപ്പൊ ഞാൻ മാതാവും കുട്ടിയും കൊണ്ട് ഞങ്ങൾ ചിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു പ്രകാശം, നമുക്ക് അതിന്റെ വർണ്ണിക്കാൻ പറ്റില്ല, വലിയൊരു പ്രകാശം വന്നു. അപ്പൊ ഈ ചേച്ചി ഒരു പാട്ട് പാടുന്നു, ജീവനും എന്റെ സർവസ്വം എന്നൊരു 4 വരി പാട്ട് പാടി കഴിഞ്ഞു. അതൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നതിന് ശേഷം ഈ ചേച്ചി പറഞ്ഞു, രാധാ നീ മാതാവും കുട്ടീനും കണ്ടില്ലേ, നീ മാതാവിനും കുട്ടീനും കണ്ടു നിൽക്കുന്ന അതേ സമയത്ത് ആ സ്പോട്ട് ടൈമിൽ തന്നെ ഞാൻ നിന്റെ ദേവിനെ കാണാൻ പറഞ്ഞു. അപ്പൊ ദൈവമേ, അപ്പൊ എന്റെ ഉള്ളില് മറിയയുടെ ഉള്ളില് വാള് കിടന്നോണ്ടാണ് ദേവി, അയ്യോ എന്റെ ദേവിനെ എന്താക്കിട്ടല്ലേ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്നേ എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളില് ദേവിയുടെ ചുന്തും കയറി. യേശുവും വന്നു, ദേവിയും വന്നു. എനിക്ക് യേശുവിനെയും കളയാൻ പറ്റില്ല, ദേവിനെയും കളയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചിന്തയില് 14 ദിവസം എനിക്ക് സ്വസ്ഥതയില്ലാണ്ട് ഞാൻ നടന്ന ഒരു അനുഭവം. ഭർത്താവ് ജോലിക്ക് പോകും, കുട്ടികൾ സ്കൂളിൽ പോകും, ഞാൻ വീട്ടിലത്തെ കാര്യം വേണ്ടോണം ചെയ്യണില്ല. ഞാൻ പായിടൊക്കെ എടുക്കുക, കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് ചായ ഉണ്ടാക്കിയുടെ ആ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ 14 ദിവസം സ്വസ്ഥയിലാണ്ട് നടക്കണേ. ഈ 14 ദിവസത്തിന്റെ ഇടയിലാണ് ഈ സഹോദരി പുസ്തകം തരാൻ ഞാൻ ബൈബിൾ തുറന്ന് ഈ വചനങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ എന്നെ ധ്യാന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു പദ്ധതി ഇട്ടു. എനിക്ക് എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ രാധ നിന്നെ ധ്യാനത്തിന് കൊണ്ടുവന്ന് പ്ലാൻ ഇട്ടു. അപ്പൊ നമ്മൾ എന്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിനോട് ചോദിച്ച് പദ്ധതി ഇട്ട് ആ ദിവസം വന്നപ്പോ ഭർത്താവ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല, ഒരു സ്ഥലത്തേക്കും പോകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ 2 സഹോദരിമാരോട് ഷെയർ ചെയ്തായിരുന്നു, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള. അപ്പൊ അവരെ അടുത്ത് ഞാൻ ഇതൊക്കെ പോയി പറഞ്ഞ സമയത്ത് അപ്പൊ എന്നെ ധ്യാനത്തിന് കൊണ്ടുവന്ന് തീരുമാനിച്ചെന്നത് മിസ്സായി. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി ഒരിക്കലും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ സഹോദരി പറഞ്ഞു, അപ്പൊ എന്താ രാധേ ധ്യാനത്തിന് പോയില്ലേ? ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞ് പോകണ്ടെന്ന്, അതുകൊണ്ട് പോയില്ലെന്ന്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ധ്യാനമൊക്കെ കൂടി വന്ന ഒരു ഭാര്യ ഭർത്താവ് കൂടി ഉണ്ട്, കല്യാണം കഴിഞ്ഞ് ചില ദിവസങ്ങളായിട്ടോ, നീ അവരെ അടുത്തേക്ക് ചെന്നോ, അപ്പൊ അവിടുത്തെ അത്ഭുതങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞു. അവര് പറയുന്നത് കേൾക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരെ ഭവനത്തിൽ കയറി ചെല്ലുക. ഈ ഭവനത്തിൽ അപ്പൊ രാവിലെ കുട്ടികൾ സ്കൂള് വിട്ടിട്ട് 9 അവരെ വിട്ടതിന് ശേഷം ഞാൻ 9:30 ഇവര് വീട്ടിൽ കയറി ചെല്ലുന്നത്. ഈ കയറി ചെല്ലുമ്പോ ആ സഹോദരൻ വീട്ടിൽ ബെഞ്ചുമേരിക്കുക. എന്നോട് പറഞ്ഞു രാധേശ് കയറി ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ കയറിയിരുന്നു.
എന്നിട്ട് പറഞ്ഞു, രാധേച്ചി എന്തൊക്കെ കേട്ടല്ലോ, അപ്പൊ എനിക്കിങ്ങനെ ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നതും ഞാൻ ഉറക്കെ സ്തുതിച്ചും ചുറ്റുവശത്തുള്ള ജനങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പുറമെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു, അത് ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നീട് പറയണ കേൾക്കണം. അപ്പൊ ഇവൻ ചോദിച്ചു, രാധേച്ചി എന്തെങ്ങനെ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയണ്ട ചങ്ങാതി, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി, ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ വചനം കിട്ടിയത് ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ തുറന്നിങ്ങനെ വായിച്ചപ്പോ ഇങ്ങനെ, അന്ന് യോഹന്നാന്റെ സുവിശേഷം എന്നറിയില്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന വചനം. ഇവന്റെ ബൈബിൾ എടുത്ത് നിവർത്തി വെച്ചിട്ട് ഈ വചനം എടുത്ത് ഇവൻ അതുകൂടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വിരൽ ചൂണ്ടിട്ടുണ്ട്, രാധേച്ചിയ ദൈവം കൃപ തന്നിട്ട് എത്ര ദിവസമായി, എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? എനിക്കത് പറഞ്ഞപ്പോ ആകെ പേടിയായി. ഞാൻ പറഞ്ഞു, എനിക്ക് കൃപ തന്നു അത് തന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. രാധേച്ചി പേടിക്കണ്ട, സമാധാനമായിട്ടേ. എന്നിട്ട് ഈ വചനം വെച്ചെന്ന് സംസാരിച്ച് ഇങ്ങനെ വന്ന് അവസാനം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദുക്കളല്ലേ, നിങ്ങളുടെ ദൈവം ഏതാ വലിയ ദൈവം ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറെ എണ്ണം ദൈവം, വലുതും ചെറുതും ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എന്നാലും പരമശിവനാന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ അത് വെച്ചെന്ന് സംസാരിച്ചു വന്ന അവസാനം ദേവിയിൽ വന്ന് മുട്ടി. അപ്പൊ ലക്ഷ്മണൻ രേഖ വരിച്ചതും സീതാദേവി ഭിക്ഷ അയച്ചിട്ടും. അപ്പൊ ഈ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഉവ്വ എന്ന് പറഞ്ഞ ഉവ്വ, ഇല്ല എന്ന് പറഞ്ഞ ഇല്ല, വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് എന്നൊക്കെ എന്നെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഭാരപ്പെടണ്ട, ദൈവം കൃപ തന്നു എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങനെ ഭാരപ്പെട്ട് പറഞ്ഞു, ചേച്ചി അനുദപിച്ച് പ്രാർത്ഥിക്കും, ദൈവം കൃപത്തിന്റെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് അതിനെ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവം നല്ലവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നല്ലവൻ. അപ്പൊ ഞാൻ പറഞ്ഞേ, അങ്ങനെയെങ്കിൽ എനിക്കറിയില്ല പ്രാർത്ഥിക്കാൻ, രാധേച്ചിക്ക് അറിയുന്ന പോലെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഞാൻ, ദൈവമേ ദൈവം കൃപ തന്നു എന്ന് പറഞ്ഞത് എനിക്കറിയില്ല, ദൈവം നല്ലവനാണെന്ന് എനിക്കറിയാം, എന്ത് തന്നെയായാലും എന്നിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ വെച്ചാൽ എനിക്കറിയാത്തത് കൊണ്ടല്ലേ, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഈ ദേവി എന്നുള്ള ചിന്ത ടപ്പെന്നിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയി. യേശു മാത്രം എന്റെ ഹൃദയത്തിലായി. അങ്ങനെ പറഞ്ഞു. പിന്നെ ഇവൻ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി രാധേച്ചി യേശുവിനെ വിശ്വസിച്ചാൽ രാധേച്ചിക്ക് എന്താ കിട്ടാൻ പോണെന്ന് ചോദിച്ചു. അറിയോ? ഇല്ല. ദൈവത്തിന്റെ പിന്നാലെ വന്ന് രാധേച്ചിക്ക് കുരിശാന്ന് പറഞ്ഞു. അയ്യോ, കുരിശെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, കുരിശ് നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയിൽ അവിടെയൊക്കെ കുരിശ് വെച്ച് കണ്ടിട്ടില്ലേ? കുരിശ് അതല്ല, കുരിശ് എന്ന് പറഞ്ഞാൽ അത് കഷ്ടതേനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, രാധേച്ചി ഈ യേശുവിന്റെ പിന്നാലെ വന്നാല് രാധേച്ചിക്ക് കഷ്ടത, കുരിശ് കഷ്ടത. ഇനി രാധേച്ചിക്ക് വരാൻ ഇഷ്ടമില്ല, വന്നില്ലെങ്കിൽ നാശം. ഈ രണ്ട് ഓപ്ഷന്റെ മുമ്പിൽ വെച്ചു. വന്നാൽ കഷ്ടത, വന്നില്ലെങ്കിൽ നാശം. ഇതിലേത് വേണമെങ്കിൽ രാധേച്ചിക്ക് തെരഞ്ഞെടുക്കാം, രാധേച്ചിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, ഏത് വേണമെങ്കിൽ തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ ചിന്തിച്ചു, എന്തായാലും നാശം എനിക്ക് വേണ്ട, കഷ്ടതയായാലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പൊ 9:30 തൊട്ട് 3:30 വരെ ഞങ്ങൾ തമ്മിൽ അഭിമുഖ സംഭാഷണം, അതൊന്നും ഇപ്പൊ നമുക്ക് സമയമില്ല, നമുക്ക് ഈ സമയത്തിനുള്ള ഒതുക്കണല്ലോ. അപ്പൊ പറഞ്ഞു, നാളെ മുതൽ രാധേച്ചി സുവിശേഷം പറയും എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, പോടെ വർഗീസേ, ഞാനല്ല സുവിശേഷം, എനിക്കൊന്നും അറിയില്ല, നോക്കിക്കോ, രാധേച്ചി നാളെ മുതൽ സുവിശേഷം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഓരോരുത്തർ ഇതുപോലെ മുഖാന്തരം ഞാൻ ഓരോരുത്തർ ആരെങ്കിലും കിട്ടും. അപ്പൊ എനിക്കുണ്ടായ അനുഭവങ്ങള് ഞാൻ അവരോട് ഷെയർ ചെയ്യും. അങ്ങനെ ഇപ്പൊ എനിക്ക് എന്താ പറയാൻ പോകുന്നത് എനിക്കറിയില്ല, പറഞ്ഞത് ഇന്ന് വരെ മറന്നിട്ടില്ല. അപ്പൊ ഞാൻ ഒരു സഹോദരനെ എനിക്ക് കിട്ടി, ഒരു RC ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനായിട്ട് ഒരു സഭ വരാൻ പോകുന്നുണ്ട്, ദൈവസഭ എന്ന് പറഞ്ഞു. ദൈവസഭയുണ്ട് ചേച്ചി. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഒന്നും ദൈവസഭ എന്ന് പറഞ്ഞതില്ല, RC, യാക്കോബറ്റ്, സുറായി ഇങ്ങനെയുള്ള സഭകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ആ ചേച്ചി പറഞ്ഞു, ഇല്ല ദൈവസഭയിൽ. അപ്പൊ എനിക്ക് പേടി. അപ്പൊ ഞാൻ എന്റെ ഭർത്താവ് വരുമ്പോ പറയും, അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് 5 പൈസ കുറവാ, നിനക്ക് മെന്റൽ തുടങ്ങി എടുക്കാന്ന് പറയാം. അപ്പൊ പുള്ളിയുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ വേറെ 3 ദിവസം 3 സഹോദരിമാരോട് പറയാൻ എനിക്ക് അവസരം കിട്ടി. 3 പേരോട് ഇത് പറഞ്ഞു. ഞാനായിട്ട് ഒരു സഭ വരാൻ വേണ്ടി ദൈവസഭ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പേടിച്ചിരിക്കും, ദൈവമേ എന്റെ ചേട്ടൻ പറഞ്ഞോ എനിക്ക് വല്ല മെന്റൽ തുടങ്ങി, ഞാൻ എന്താണ് ആൾക്കാരോട് ഇത് ഇങ്ങനെ പറയണത് എന്ന് എനിക്ക് പേടിച്ചായിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ തൊട്ടയലക്കത്തുള്ള ഒരു സഹോദരൻ, എന്നിട്ട് ഈ ബ്രദർ ഒരു കടലാസ് കഷ്ണം എടുത്ത്, ഇത് നമ്മൾ മരുന്ന് കുറിക്കുന്ന പോലെ, ഇത് ചെന്ന വശം കഴിക്കാനുള്ള മരുന്ന്, പിന്നെ ഡെയിലി കഴിക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ചെന്ന വശം രാധിച്ച് പ്രാർത്ഥിക്കാൻ ഒരു വിഷയം എഴുതുന്നു, പിന്നെ ഡെയിലി പ്രാർത്ഥിക്കണം ഒരു കടലാസിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ പോലെ എൻ്റെ കയ്യിൽ തന്നു. അപ്പൊ ഇതുകൊണ്ട് ഞാൻ വീട്ടിൽ വരിക. വീട്ടിൽ വന്നപ്പോ വരും വശം ഒരു സഹോദരി രക്ഷയുടെ സന്ദേശം എന്ന് പറഞ്ഞൊരു ബുക്ക് കൊണ്ട് തന്നു. RC-കാരാ, രാധ ഇതും കൊണ്ടുപോക്കുന്നു. അപ്പൊ ആ ബുക്കും ഈ തന്ന ഈ കടലാസും വെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഇതും വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പൊ എൻ്റെ 2 കുട്ടികളും സ്കൂളിൽ വിട്ട് പോയി കളിയൊക്കെ കഴിഞ്ഞ് ഒരു 5-5:30 സമയം വന്ന് ഇതും വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ അവർ അറിയണ പോലെ
പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഞാൻ ദൈവത്തോട് ഞാൻ ഒരു കാര്യം പറയാം. ദൈവമാണെങ്കിൽ എന്നെ ഒരു സഭയ്ക്കോ സമൂഹത്തിനോ വ്യക്തികൾക്കോ എന്നിലൂടെ മുതലെടുക്കാൻ എന്നെ പിച്ച് ചെയ്യുന്നതിന് ആർക്കും കൊടുക്കരുത്. ദൈവം എന്നെ ഉപയോഗിച്ചോ, ഞാൻ ഓക്കെ. ദൈവം നല്ലവനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുസ്തകം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് അന്നത്തെ പോലെ എനിക്ക് ശക്തി പോലെ വന്നു. എന്റെ ശരീരം യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ കൈയടിച്ച് അകത്തിങ്ങനെ നടക്കാൻ ഞാൻ കിടന്നിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പൊ എന്റെ ശബ്ദം കേട്ടിട്ട് എന്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ, ഇന്ന് ബോംബെയിൽ ശുശ്രൂഷിക്കുന്ന എറപ്പായി ത്രേസ്യമ്മേന്റെ അയൽക്കാരാ, അവര് വന്നു. വീടിന്റെ മുറ്റം നിറച്ച, റോഡ് നിറച്ച് ജനങ്ങൾ വന്നു കൂടി. ഞാനെച്ചാൽ ഒരു 5:30 തുടങ്ങിയത് ഒരു 8-8:30 വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാം. അപ്പൊ ഈ സമയത്ത് എന്റെ ഭർത്താവ് ജോലി കിട്ടി 5 ലിറ്റർ മണ്ണെണ്ണയും റേഷനും വാങ്ങി വരിക. വന്നപ്പോ വീടിന്റെ മുറ്റത്ത് ജനങ്ങള്, ആൾക്കാർ കൂടി നിൽക്കുക. ആളെന്തോ വിചാരിച്ചു, വീട്ടിൽ വന്നപ്പോ ജനങ്ങൾ കൂടി നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുക. വന്നിട്ട് പറഞ്ഞ എന്റെ കുട്ടികളുണ്ട്, വന്നിട്ട് പറഞ്ഞു, നിന്നെ കുറച്ച് ദിവസമായി നിനക്ക് തുടങ്ങിയിട്ട്, നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കുന്നു പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഓങ്ങി, എന്നെ അടിക്കാൻ ഇങ്ങനെ ഓങ്ങണം. ഓങ്ങിയപ്പോ എന്റെ 2 കുട്ടികളും കരയാൻ തുടങ്ങി. അങ്ങനെ കരയാൻ തുടങ്ങിയ ആള് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ഞാൻ കേട്ടത്, എന്റെ വീട്ടില് എന്റെ അച്ഛന്റെ അടുത്ത് പോയി, വീട്ടിൽ പോയി പറഞ്ഞു, എന്നെ വീട്ടിലൊക്കെ മണീനെ വിളിക്കാം. അപ്പൊ മണിക്ക് എന്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ കരഞ്ഞിട്ട് ചെന്നേന്ന് പിന്നീട് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ആള് എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ആള് റില്ല വിട്ടു, ആളുടെ പെങ്ങളുടെ വീട്ടിൽ പോയി. അവരോട് പറയാൻ പോയത് പിന്നീട് അതൊക്കെ അറിയുന്നത്. അങ്ങനെ എന്റെ അച്ഛൻ വരുന്നു എന്റെ വീട്ടിലേക്ക്, സഹോദരൻ കൂടി കയറി വന്നു. അപ്പൊ ഞാനിങ്ങനെ ശക്തി വന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുക. അന്നറിയില്ലല്ലോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നും എനിക്കറിയില്ല. അങ്ങനെ വന്നപ്പോ എന്റെ അച്ഛൻ വന്നിട്ട്, എന്താ മോളെ നിനക്ക് പറ്റിയേ? അവൻ വന്നിട്ട് ഇതിപ്പന്നെ കരഞ്ഞിട്ട് വന്ന് പറഞ്ഞ പോയേ, എന്നിട്ട് നിനക്ക് എന്താ പറ്റിയ? നിനക്ക് അവന്റെ ജോലിയൊക്കെ എന്നുവെച്ചാൽ പുള്ളിക്കാരന്റെ ജോലിയൊക്കെ ഉണ്ട്, ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് മനസ്സിന്റെ പ്രയാസം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഈ കണ്ട ആൾക്കാര് ധ്യാനങ്ങൾക്ക് പോണ, അവർക്കൊന്നും യേശു വന്നില്ല. ഇപ്പൊ നിനക്കാ യേശു വന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എന്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ബലമായിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ അമർത്തി വെച്ചു. അപ്പൊ അച്ഛന്റെ കൈ അടക്കം ഇങ്ങനെ തെറിക്കുക. അപ്പൊ ഞാൻ പറയണ, അച്ഛ എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല അച്ഛ എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 8-8:30 എന്റെ ഈ ശക്തി വല്ലൊക്കെ നിന്ന് ഞാൻ നോർമലായി. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പൊക്കോ എന്നുണ്ട്. അപ്പൊ അച്ഛന് പറയുമ്പോ അച്ഛനോട് പറയണേ, എനിക്കൊന്നും ഓർമ്മയുണ്ട്. എന്നോട് ഞാൻ പറയണേ, അച്ഛൻ എനിക്കിത് എന്തുണ്ടാവണമെന്ന് അറിയില്ല. ഒന്ന്, ഞാൻ ഈ ഭവനത്തിൽ വന്നത് ഈ ഭവനത്തിന് സമാധാനം ഉണ്ടാക്കാനാ. അപ്പൊ അച്ഛൻ മതി നിന്റെ വലിയ സ്റ്റൈല് വർത്താനൊന്നും വേണ്ട. അപ്പൊ ദൈവാത്മാവ് പറയണ അന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അച്ഛൻ പോയി. അപ്പൊ ഞാൻ കുട്ടികൾക്ക് ഇത്തിരി മുളക് പൊടിയും ഇത്തിരി ഉപ്പും പച്ചവെളിച്ചെണ്ണ വെച്ച് കൈകൊണ്ട് തിരുമ്പി ചോറ് അവർക്ക് കൊടുത്ത് 2 ആളും ചോറിനരിക്കാം. ഞാൻ തളർന്നിട്ട് ഞാൻ പായിട്ട് കെടുക്കാം. അപ്പൊ ഉണ്ട് എന്റെ ഭർത്താവ് വരുന്നത്, പെങ്ങളുടെ ഭർത്താവിനും കുട്ടീനെ കയറി വരും. അപ്പൊ ഞാൻ കെടുക്കണം തളർന്നിട്ട്. അവിടെ നിന്ന് വന്നു ഇപ്പൊ നീ എനക്ക് എടുക്കല്ലേ നിന്റെ എല്ലാ വേഷങ്ങളും നിർത്തിയിട്ട് എന്നും പറഞ്ഞ്. അപ്പോഴേക്കും പെങ്ങളുടെ ഭർത്താവ് വന്ന് ചോദിച്ചു, എന്താ മോളെ നിനക്ക് പറ്റിയ? ദൈവം വീട്ടിൽ വന്നിട്ട് കരഞ്ഞിട്ട് വന്നത്, നിനക്ക് എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് പറയാൻ നോക്കുമ്പോ ഈ പെങ്ങള് ഒരു വാക്ക് എന്നോട് പറയിച്ചില്ല. എന്റെ അനുഭവം പറയാനുള്ള ഒരു അവസരം 3 പ്രാവശ്യം ആള് പുറത്ത് പോയി 3 പ്രാവശ്യം തിരിച്ചു, ഒരു വാക്ക് എന്നോട് പറയിക്കാതെ വരുത്തില്ല. ഞങ്ങൾ പള്ളിയിൽ പണിയെടുക്കുമ്പോൾ ഞങ്ങൾ കുരിശു വരയ്ക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതുപോലെയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലാണ്ട് പുള്ളിക്കാരത്തി നടുവിൽ നിന്ന് എന്നെ കൊണ്ട് ഒരു വാക്ക് പറയിക്കാണ്ട് വരുത്തില്ല. അങ്ങനെ 10:30 രാത്രി 10:30 എല്ലാവരും പറഞ്ഞു, അവർക്ക് 2 പെൺകുട്ടികൾ, നിങ്ങൾ വീട്ടിൽ പോക്ക, ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടപ്പോ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ, അപ്പൊ എനിക്ക് നോർമലായി ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ വാ നമുക്ക് ചോറുണ്ണ. നീ എന്നെ ചേട്ടാന്ന് വിളിച്ച് മയ്യം കൂടാൻ പറയും, ഞാൻ ഇപ്പൊ നിന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി വെട്ടുകത്തി എടുത്തു എന്റെ കഴുത്തിൽ ഇവിടെ വെച്ചു പറഞ്ഞു, ഞാൻ നിന്നെ വെട്ടി നുറുക്കി കഷ്ണാക്കി ഇതിന്റെ അകത്ത് ഞാൻ കുഴിച്ചിടും, നീ കുറെ ദിവസമായി നിനക്ക് തുടങ്ങിയിട്ട് നിനക്ക് എന്നൊക്കെ ബഹളം വെച്ചു. അപ്പൊ എനിക്ക് സങ്കടമായപ്പോ എന്നോട് ഒരാൾ നിന്നിങ്ങനെ പറയാ, അരിയത്ത് നിന്ന് പറയണ പോലെ, ഒന്നും സംഭവിക്കില്ല എന്റെ ആരോ നിന്ന് പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പേടിക്കില്ലേ. അങ്ങനെ പുള്ളിക്കാരൻ പോയപ്പോ അടുത്തുള്ളവരൊക്കെ വീണ്ടും 10-10 എല്ലാവരും വീട്ടിൽ പോയതായിരുന്നു. വീണ്ടും ശബ്ദം കേട്ടപ്പോ എല്ലാവരും കടന്നു വന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരനൊക്കെ പറഞ്ഞ് ആൾക്ക് എടുത്തി അങ്ങനെ ഉറങ്ങിപ്പോയപ്പോ നേരം വിളിച്ചേ പറഞ്ഞു, ഇന്ന് തൊട്ട് നിനക്ക് 10 പൈസ എന്റെ ഇന്ന് കിട്ടില്ല, മര്യാദക്ക് നല്ല രീതിയിൽ ഇരുന്നോന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ജോലിക്ക് പോയി. ഈ സമയത്ത് എന്നെ ഇവര് വേറൊരു ധ്യാനം നടത്തുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ പ്രയറിൽ ഇരുന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞു, സഹോദരിനെ, ഞാൻ അന്ന് ധ്യാനങ്ങൾ നടക്കുമ്പോ വീടുകളിലൊക്കെ ആർച്ചുകാരെ വീടുകളിൽ പ്രയറുകൾ നടന്നിരുന്നു. ആ കാലഘട്ടം 31 വർഷം മുമ്പാണല്ലോ. അപ്പൊ
പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരിനെ ഞാൻ ഈ പ്രയർ ലീഡ് ചെയ്യാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ഞാൻ എന്റെ ഭർത്താവിനോട് നിർബന്ധിച്ചു പറഞ്ഞപ്പോ നമ്മൾ എന്റെ ഭർത്താവിനോട് പറയട്ടെ, എനിക്കറിയില്ല പ്രയർ ലീഡ് ചെയ്യാൻ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. വേണ്ട, ഭർത്താവിനോട് ചോദിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ വന്നാമേന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ എന്നെ പ്രയറൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എന്റെ ഭർത്താവും കുട്ടികളും അവിടെ ഇല്ല. അപ്പൊ ചോദിച്ചപ്പോ ഈ അർപ്പായും ത്രേസ്യമ്മ എന്ന് പറഞ്ഞാൽ അവരെ വീട് തൊട്ടയിലൊക്കെ, അവിടെ ഒരു ദേവദാസനും ആളുടെ ഭാര്യ, അന്ന് ദേവദാസനൊന്നും നമുക്കറിയില്ല, അവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്, അവരെ വീട്ടിലേക്ക് നിന്റെ ഭർത്താവും കുട്ടികളും പോയിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന്, ഈ അർപ്പായുടെ വീട്ടിൽ ചെന്നു. അപ്പൊ അത് പാസ്റ്റർ ആയിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. ഒരു പാസ്റ്ററും ഒരു ദേവദാസി അവരെ വീട്ടിൽ വന്ന് കൊടുക്കുക. അങ്ങനെ അവിടെ ഇരിക്കുമ്പോ എന്നെ വിളിച്ചു, എന്റെ ഭർത്താവിനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോ പറഞ്ഞു, എന്റെ ഭർത്താവിനോട് പറഞ്ഞു, പേടിക്കണ്ട, തന്റെ ഭാര്യയ്ക്ക് ദൈവത്തിന്റെ കൃപ കിട്ടിയതാന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനിച്ച് ഞങ്ങൾ വീട്ടിൽ മടങ്ങി വന്നു. അങ്ങനെ പിറ്റേ സൺഡേയിൽ അപ്പൊ ഇവര് പറഞ്ഞു, ഈ അർപ്പായും ത്രേസ്യമ്മയുടെ കൂടെ മോളൊരു ദിവസം ഞങ്ങളുടെ അടുക്ക് പ്രാർത്ഥനയ്ക്ക് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം പറഞ്ഞാൽ വരാന്ന് പറഞ്ഞു. മോള് ദൈവം പറഞ്ഞാൽ വന്നാൽ മതി എന്നിട്ട് അവര് പോയി. അന്നൊക്കെ ഞാൻ ബൈബിൾ കണ്ണടച്ച് തുറക്കണ സമയമാണല്ലോ. അപ്പൊ ഞായറാഴ്ച എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് ഞാൻ അർപ്പായും ത്രേസ്യമ്മയുടെ കൂടെ ഇന്ന് ആ സ്കൂൾ ടീച്ചറെ വീട്ടിൽ ഞാൻ പോട്ടെ പ്രാർത്ഥനയ്ക്ക്. ഇപ്പൊ നീ ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ഇപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാണ്ടിരിക്കും, നീ ഒരു സ്ഥലത്തേക്ക് നീ പോകണ്ടെന്ന് പറഞ്ഞു. അല്ല ചേട്ടാ, ഇന്നത്തെ ഒരു ദിവസം ഞാൻ പോകല്ലോ എന്നിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോ എന്നാ ശരി സമ്മതിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ പോയിട്ട് ബൈബിൾ എടുത്ത് ഇങ്ങനെ തുറന്നു ദൈവത്തിന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് തുറന്നപ്പോ കിട്ടിയത് അവരെ ബൈബിളിൽ ചെറിയ ചെറിയ കൊച്ചു ഹെഡിങ്ങുകളുണ്ട്. അതില് ഭയപ്പെടാതെ സാക്ഷി നൽകുക. അപ്പൊ അതിന്റെ മാറ്റർ വായിച്ചപ്പോ, നീ സാക്ഷ്യത്തിനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പറയും എന്ന് മനസ്സിലായി. അങ്ങനെ അത് അടച്ച് അവിടെ വെച്ചിട്ട് ഇവര് കൂടെ പ്രയറിന് പോയി. അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവര് കൂടെ പ്രയറിന് പോകണം. ഞാൻ ചെന്ന് വീട്ടിന്റെ അകത്ത് കാരണം അവര് ഒരു തപ്പും ജെല്ലൊക്കെ കൊട്ടി പാട്ട് പാടുന്നു. അപ്പൊ എന്റെ രണ്ട് മുട്ട കിടന്നെ കൂട്ടിയിടിക്കുക പറിച്ചിട്ട്. അപ്പൊ ഈ ടീച്ചർ എന്നോട് തലകൊണ്ട് കാണിച്ചു, ഇങ്ങോട്ട് കടന്നിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കടന്നിരുന്നു. എർപ്പായും ത്രേസ്യമ്മയും വേറൊരു 3-5 പേരൊക്കെയുള്ളോ, ഞാനും കടന്നിരുന്നു. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോ പറഞ്ഞു, ദേവദാസം പറഞ്ഞു, ഇപ്പൊ സാക്ഷ്യത്തിനുള്ള സമയമാണ്, ഒരാൾക്ക് 15 മിനിറ്റ് സാക്ഷ്യത്തിനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി, എന്നോട് എണീറ്റ് നിൽക്കാൻ. അപ്പൊ എന്റെ ഉള്ളിലുണ്ട് ആകത് 15 മിനിറ്റ് പോയിട്ട് 15 മണിക്കൂർ പറഞ്ഞാൽ എന്റെ കയ്യിൽ അത്രമാത്രം അനുഭവം എനിക്ക് പറയാനുണ്ട് എന്നുവെച്ചാൽ മുഖാന്തരത്തെ കുറിച്ചിട്ട്. അപ്പൊ അതിനൊന്നും സമയമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ മനസ്സിൽ ഞാൻ പറയും, ഞാൻ എന്താ പറയാന്ന് ചിന്തിച്ചിരിക്കുമ്പോ രാവിലെ ബൈബിൾ തുറന്ന് വായിച്ചത് എന്റെ ഓർമ്മ വന്നു. ഭയപ്പെടാതെ സാക്ഷി നൽകുക, നീ സാക്ഷ്യത്തിനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പറയും എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. 15 മിനിറ്റിനും 14 മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞിരിക്കാൻ ഇടവന്നു. ആ ഇടവന്ന് അപ്പൊ അവരെന്ന് സ്തോത്ര കാഴ്ച എടുക്കണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ ദാരിദ്ര്യമാണല്ലോ. അപ്പൊ എന്റെ ഉള്ളില് ഒരാൾ പറയണ പോലെ, ഈ ഇടുന്ന പൈസ എനിക്കുള്ളതാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ദൈവമേ, എന്റെ വീട്ടിലത്തെ കഷ്ടത കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ എനിക്ക് തോന്നുന്നതോ എന്റെ ഉള്ളിൽ തോന്നുന്നതാന്ന് വെച്ചാൽ ഞാൻ ഉള്ളം കൊണ്ട് നിരസിക്കുക. ദൈവമേ, എനിക്ക് വേണ്ട, എന്റെ ദുരാഗ്രഹം കാണിച്ചാൽ എനിക്ക് വേണ്ട എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എന്തിനു പറയണേ, പ്രയർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഈ ദേവദാസി ആ പാത്രത്തിലുള്ള പൈസ കൂട്ടിപ്പോ 100,000 രൂപ ഉണ്ടായിരുന്നു. അതങ്ങനെ എന്റെ കയ്യിൽ തന്നു. അങ്ങനെ ഞാൻ വരാനായിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് എന്റെ ഭർത്താവിനോട് സംസാരിക്കണേ ഓരോ ഇടപാടിനൊക്കെ എനിക്ക് മാറ്റങ്ങള്. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോകളൊക്കെ എടുത്ത് മാറ്റി ഞാൻ എല്ലാം ഒക്കെ മാറ്റി വെച്ചിരുന്നു. പിന്നെ ദിവസേന ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങി. ഇവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം അതിനിടയില്, അപ്പൊ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോയത്. അതിനിടയിൽ ഗ്യാപ്പ് 2 മാസം ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പിൽ ഒരു ദിവസം ഞാൻ ആദ്യം വെച്ചാൽ നമ്മള് അരി വെക്കണ ആ സ്ഥാനത്ത്, അന്ന് ഗ്യാസ് ഒന്നുമില്ല, വിറകടുപ്പിലാണ്. അപ്പൊ നമ്മള് അരി വെച്ച് കഴിഞ്ഞാൽ കരിയൊക്കെ പിടിക്കലോ, സിമെന്റാണ്. ആ ഇറക്കി വെക്കുന്ന സ്ഥലത്ത് ഞാന് തുണി മുക്കി ബനിയൻ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി വെള്ളത്തോടു കൂടി ബനിയൻ ഇങ്ങനെ പിഴിയാതെ വെള്ളത്തോടു കൂടി ഇങ്ങനെ തുടയ്ക്കുമ്പോ അടുപ്പിന്റെ ഒരു സൈഡ് ഭാഗത്ത് തുടയ്ക്കുമ്പോ എന്റെ അടുത്ത് ഒരാൾ നിന്ന് ഇങ്ങനെ പറയാ, ഇതുപോലെ നിന്റെ ഹൃദയം വെടുപ്പാക്കുക, ഇതുപോലെ നിന്റെ ഹൃദയം വെടുപ്പാക്കുക, ഇതുപോലെ നിന്റെ ഹൃദയം വെടുപ്പാക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ച്, ഞാൻ നോക്കിയപ്പോ ആരും കാണാനില്ല. പക്ഷെ അന്നൊക്കെ ഞാൻ വീട്ടില് ബൈബിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ തുടർന്ന് വായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്നെ പഠിപ്പിക്കുക, ദൈവം ആത്മാവാകുന്നു എന്നും ആത്മാവാകുന്ന ദൈവം നമ്മളിലാണ് വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്നും എന്നെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വാസം ചെയ്യുന്നെന്നും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു. അപ്പൊ ദൈവം വസിക്കുന്നത് നമ്മളാകുന്ന ഈ ആലയത്തിൽ നിന്ന്. നിങ്ങൾ ദൈവത്തിനുമെന്ന്, അപ്പൊ നമ്മളാണ് ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ശ്രീകോവിലാണ് ദൈവം
വസിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. അപ്പൊ ദൈവം വസിക്കണമെങ്കിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോ പുറമെ കുളിച്ച് വെടുപ്പാക്കിട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്കാണ് നോക്കുന്നത്, പുറമേ അല്ല ദൈവം നോക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം കാണുന്നത്. അന്തർഭാഗത്തിൽ സത്യമല്ലോ. സത്യസന്ധമായി ആരന്വേഷിക്കും ദൈവത്തെ കണ്ടുമുട്ടുന്നുള്ള ചില കാര്യങ്ങളൊക്കെ എന്നെ ദൈവം പഠിപ്പിക്കടേ. അങ്ങനെ മുന്നോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ ആലയത്തിൽ ഇവിടെ പോയില്ല, കൂട്ടായ്മയിൽ പോയി കടന്നു വന്നു. അങ്ങനെ പിന്നെ പിറ്റാഴ്ച അങ്ങനെ തുടർന്ന് പ്രേയറിനൊക്കെ പോകാൻ ഇടവന്നു. അങ്ങനെ ജനുവരി ആയപ്പോ 1993 ജനുവരി 31 ഞാൻ സ്നാനമേൽക്കാൻ ഇടവന്നു. അപ്പൊ എന്റെ കുട്ടികളെ 7 വയസ്സും 9 വയസ്സും. എന്റെ ഭർത്താവ് മദ്യമൊക്കെ അല്പം കഴിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ചില സമയത്തൊക്കെ പുള്ളിക്കാരന് വരും. അങ്ങനെ ഞങ്ങൾ കൂട്ടായ്മയിൽ പോയോണ്ടിരുന്നു. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ ഇനി എന്നാ പൊട്ടും പൂവും കമ്മലും മാലയൊക്കെ ഇട്ടിട്ട് എന്നാ നിന്നെ നമ്മൾ മരണം വരെ കാണില്ല. ഞാൻ എടുത്ത തീരുമാനം ഞാൻ ഉറച്ചു നിൽക്കണു. ഭർത്താവിനെ വിട്ടാലും ഞാൻ കർത്താവിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയാടാന്ന്. അങ്ങനെ ഞാൻ നിൽക്കണത് കൊണ്ട് പുള്ളിക്കാരൻ അപ്പൊ വചനം വന്നപ്പോ വചനത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഭാര്യയുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭർത്താവ് വചനം കൂടാതെ വരുന്ന. അപ്പൊ വചനം ഗ്രഹിച്ചിട്ടൊന്നല്ല, പുള്ളിക്കാരൻ 6 മാസം കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ സ്നാനമേൽക്കാൻ വന്നു. അവിടുന്ന് ഞാൻ വിശ്വാസത്തിൽ നിന്ന് 1 വർഷമായപ്പോ എന്റെ അച്ഛൻ പച്ച ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വരുമ്പോ ഞാൻ ബൈബിള് വായിക്കുമ്പോ എനിക്ക് അറിഞ്ഞത് അന്നു അച്ഛൻ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സ്നാനം എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദേവദാസിന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ സ്നാനപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ മരിക്കാനിട വന്നു. അപ്പൊ എന്റെ വിശ്വാസം വർദ്ധിച്ചു. അച്ഛൻ മരിക്കോ അതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ അച്ഛന് കൂട്ടായ്മയിൽ വരാനൊന്നും വല്ലാത്ത വയ്യാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും അച്ഛൻ സ്നാനപ്പെടാൻ വന്നു. 2 മാസം കഴിഞ്ഞപ്പോ അച്ഛന് കണ്ണൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണമെന്ന് അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് വന്നു. അങ്ങനെ അച്ഛൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടായി. അപ്പൊ ഹിന്ദു മതപ്രകാരം ആയതുകൊണ്ട് അച്ഛൻ സ്നാനപ്പെട്ടത് എന്റെ സഹോദരൻ ആർക്കും അറിയില്ല. അച്ഛൻ ആരോടും പറഞ്ഞില്ല. ഇനി പറഞ്ഞാൽ അവര് അച്ഛന് ചെലവിനൊക്കെ കൊടുക്കാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ച് അച്ഛൻ പറഞ്ഞില്ല, മറച്ചു വെച്ചു. അപ്പൊ നമ്മൾ ഹിന്ദു മതപ്രകാരം ആയതുകൊണ്ട് ഞാനാണ് മൂത്ത മകള്, ഞാനാണ് അതിന്റെ കർമ്മങ്ങൾക്കൊക്കെ ഇരിക്കേണ്ട ആള്. പക്ഷെ ഞാൻ ആ മരണ വീട്ടിൽ നിന്നു, കർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും നിന്നില്ല. അന്നൊക്കെ അതിൻ്റെ ഉള്ളില് ഒത്തിരി ക്വസ്റ്റ്യനുകളൊക്കെ വന്നു, അതൊന്നും ഞാൻ പറയണില്ല. അവിടെയൊക്കെ ഞാൻ നിന്നു. ആ സമയത്ത് വന്ന പൂജാരിയോടും സുവിശേഷം പറയാൻ എനിക്ക് അവസരം കിട്ടി. അപ്പൊ അയാൾ അംഗീകരിച്ചു അതൊക്കെ. ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ യേശുവിനെ വിശ്വസിച്ച് സ്നാനമേറ്റിട്ടാണ് എന്റെ അച്ഛൻ മരിച്ചത്. എന്റെ അച്ഛൻ ഇപ്പൊ സ്വർഗത്തിലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനിയത്തിയൊക്കെ ചേച്ചി അത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷം, ഉറപ്പുള്ളത് കൊണ്ടാണ്. എന്റെ അച്ഛൻ സ്വർഗത്തില് ആവാൻ വേണ്ടിയിട്ടാണ്, ആത്മശാന്തിക്ക് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് എന്റെ അച്ഛൻ സ്വർഗത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അല്ലാണ്ട് അച്ഛനോട് സ്നേഹമില്ലാണ്ടോ ഒന്നല്ല. ഈ കർമ്മം ചെയ്തുകൊണ്ട് എന്റെ അച്ഛന്റെ ആത്മാവ് സ്വർഗത്തിൽ പോവില്ല. ഇന്ന് എന്റെ അച്ഛൻ സ്വർഗത്തിലാണ് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ ഇത് കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി. എന്റെ 2 മക്കള് അവര് 16ഉം 17 വയസ്സായി. ആ പ്രായം വന്നപ്പോ അതിക്ക് മുമ്പ് വീട്ടിൽ ഞങ്ങൾ ആരാധിക്കുമ്പോ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് രാവിലെ എണീറ്റാൽ ഒരു കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ബൈബിൾ എടുത്തു കൊടുക്കും. അവർ 2 പേരും ബൈബിള് വായിക്കും. അങ്ങനെ ഒരു മുതിർന്നപ്പോ വന്ന് 17 വയസ്സിലാണ് പിന്നെ അവർ സ്നാനമേറ്റത്. അതിനിടയ്ക്ക് തന്നെ ഈ 2 പേരും വീട്ടിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ 2 പേരും അഭിഷേകം പ്രാപിച്ചു. ഒരാൾ അഭിഷേകം പ്രാപിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മറ്റാളും. അതിക്ക് മുമ്പ് ഞാൻ അഭിഷേകം പ്രാപിച്ചതായിരുന്നു. അങ്ങനെ പുള്ളിക്കാരെ എപ്പോഴും ഞങ്ങളൊപ്പം ഒന്നും ഉണ്ടാവില്ല. അന്ന് ഞങ്ങൾക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ എപ്പോഴും കളിയാക്കും, എന്താ നിന്റെ ദൈവം ഈ കടം മാറ്റാത്ത, വീടിന്റെ ആധാരമൊക്കെ വെച്ചിട്ട് ലോൺ എടുത്തിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നും ആള് ജോലിക്കുമ്പോ കളിയാക്കും, ഇങ്ങനെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് വളരെ ഇതായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്തായാലും ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് ഞാൻ പോയാലാ നിനക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, ഞാൻ പോയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുള്ള എന്നും പറയാം. ഞാൻ പറയാം, എന്റെ ഭർത്താവ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നു, ഈ കയ്യിന് ആരോഗ്യം തന്ന ദൈവം, ഇന്ന് പോയാൽ ജോലി കിട്ടാൻ ദൈവം തന്നിട്ട് വേണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും. അങ്ങനെ പുള്ളിക്കാരൻ അപ്പൊ ഞാൻ പറയും, മര്യാദയ്ക്ക് ദൈവത്തിന്റെ വഴിക്ക് വന്നോ, അല്ലെങ്കിൽ ദൈവം കുളത്തിട്ട് പിടിക്കും. ദൈവം പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇതിപ്പോ സത്യം എന്നറിയാം, വരിക്കരുത് കുടിക്കരുത് പറയുന്നത് കൊണ്ടാണ് വരാതിരിക്കുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ആലയം അശുദ്ധിയാക്കരുത്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യരുതെന്ന് പറയുന്നത്. നമ്മൾ എന്നിട്ട് വീട്ടില് പുകച്ച് തീയൊക്കെ നന്നായി പുക വന്ന അകത്ത് വല്ലവരും ഇരിക്കും, പുറത്തേക്ക് ഇറങ്ങിയേക്കും ഇരിക്കുക. അപ്പൊ ആ ദൈവം, വിശുദ്ധനായ ദൈവം നമ്മളിൽ വാസം ചെയ്യാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും.
അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം രാവിലെ 5:30 എണീറ്റ ആള് പോകുന്നു. അപ്പൊ ഞാൻ പറയാം, മര്യാദയ്ക്ക് വന്ന് ഇപ്പൊ നിക്കണേ ഭർത്താവ് എന്നുള്ള ഭർത്താവ് എനിക്ക് ദൈവം ദാനം തന്നതാ, എന്ന് ജോലി കിട്ടും ദൈവം തന്നിട്ട് അങ്ങനെയൊക്കെ പറയാനിടവേ. അങ്ങനെ പുള്ളിക്കാരൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിയായപ്പോ ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവ് വരിക, രാധേ കുട്ടൻ പോയ ലോറി മറിഞ്ഞു എന്ന് പറഞ്ഞു. ലോറി മറിഞ്ഞു കേട്ടപ്പോ നമുക്ക് ആകെ തളർന്നു. ഞാൻ പെട്ടെന്ന് ലോറി മറിഞ്ഞെന്ന് കേൾക്കണ്, ഇനി മരിച്ചോ ജീവിച്ചു എന്തോന്നുള്ള പെട്ടെന്ന് ഞാൻ ആകെ മാനസികമായിട്ട് തളർന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ കട്ടിലുമ്പോ ഞാൻ കൈ കുത്തിങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ കിടുകിടാന്ന് മറക്കാൻ 2 കൈ മറയ്ക്കാൻ ഞാൻ. അപ്പൊ എന്നോട് ദൈവാത്മാ പറയാ, നന്മയ്ക്കായിട്ടെന്ന്. ലോറി മറിഞ്ഞ നന്മയ്ക്കാന്ന് ചിന്തിക്കുക, നന്മയ്ക്കായിട്ടെന്ന് പറഞ്ഞു. അത് ദൈവാത്മാവ് പറഞ്ഞ വശം എനിക്ക് കയ്യിനൊക്കെ ആരോഗ്യം വന്നു, ബലം വന്നു, ഡ്രസ്സൊക്കെ മാറി. പെങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പുള്ളിക്കാരൻ്റെ അടുത്ത് അങ്ങനെ 5 ദിവസം പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ കിടക്കാതെ വന്നു. അവിടെ ഞാൻ നിന്നു. അവിടെ നിന്ന് പുള്ളിക്കാരന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു അപ്പുറത്തെ ഒരു ബെഡില് ഒരു വിശ്വാസിയെന്ന് മനസ്സിലായി, വിശ്വാസി ഭർത്താവും കിടക്കുക. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോ അയാള് പാറമടയിൽ വീണിട്ട് തണ്ടലൊക്കെ ഇതായിട്ട് കിടക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു 1 മാസം അവിടെ കിടക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ വചനം പറയാൻ തുടങ്ങി. സഹോദരനോട് വചനമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ദൈവത്തിന്റെ എന്ന് പറഞ്ഞു. അപ്പൊ ആള് അവിടെ കിടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് 1 മണിക്കൂറോളം നിന്ന് കർത്താവിനെ കുറിച്ച് പറയടേ. അങ്ങനെ അയാള് ജീവിതത്തിലൊക്കെ ക്രമം പറ്റി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം അവര് ഡിസ്ചാർജ് ആയി പോകാതെ വന്നു. അപ്പൊ ആ സഹോദരിയെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഹിന്ദുക്കളിൽ നിന്ന് വന്ന കാരനാണ് ഇതൊക്കെ പറയാൻ. ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ ഹിന്ദുക്കളിൽ നിന്ന് വന്നത് കൊണ്ടല്ല. ഹിന്ദുക്കളിൽ നിന്ന് വന്നവർക്ക് ഒരു പറയും, ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നവർക്ക് 1 കിലോ കൊടുക്കണമെന്നല്ല എന്റെ ദൈവം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവന് ദൈവം അംഗീകരിക്കുന്ന ഏത് വിഭാഗത്തിൽ വന്നാലും ദൈവം ആരാണെന്ന് അറിഞ്ഞാൽ ദൈവത്തിൻ്റെതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം കൃപ തരുന്നത്. അപ്പൊ ദൈവം പറഞ്ഞ അനുസരിക്കുമ്പോഴാണ് അല്ല ഞാൻ ഹിന്ദു എന്ന് വന്നത് എനിക്ക് കുറച്ച് തന്നല്ല. ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കും, അംഗീകരിക്കും, പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മൾക്ക് കൃപ തരുന്നത്. ആ കൃപ കൊണ്ടാണ് നിങ്ങളോട് ഇത് കാര്യം പറയാൻ ഇടവന്നതെന്നൊക്കെ പറയാടായി. അങ്ങനെ പിറ്റേ ദിവസം അയാൾ ഡിസ്ചാർജ് പോയി. എന്റെ ഭർത്താവ് 5 ദിവസം കിടന്ന് അപ്പോഴേക്കും ലോറി മറിഞ്ഞ കാരണം പോലീസുകാരും കേസും കാര്യങ്ങളും എഴുതി അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് കേസാവും, അപ്പൊ അത് വിധിയൊക്കെ വന്ന ചെറുപ്പല്ലേ ഭർത്താവ്, മോൾക്ക് എന്തെങ്കിലും നന്മകൾ കിട്ടണ്ട്. ഇനിയും 2-3 മാസം കയ്യെ പൊടിഞ്ഞുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല. അപ്പൊ അതിനുവേണ്ടി മുഖാന്തരങ്ങൾ ഇത് കേസ് നടക്കും, ഇതിന്റെ ഒരു ക്ലെയിം പാസറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനു പറയണേ, അപ്പൊ സൊസൈറ്റിയില് ആധാരം വെച്ചിട്ടുള്ള ഈ 6000 32,000 മാറി മാസങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയി, വർഷങ്ങൾ പോയി. ഈ 32,000 രൂപയ്ക്ക് ക്ലെയിം പാസ്സായപ്പോ 40,000 രൂപ കിട്ടി. വക്കീലിന്റെ 8,000 രൂപ കഴിഞ്ഞിട്ട് ബാക്കി 32,000 രൂപ എന്റെ കയ്യിൽ തന്നു. ഈ 32,000 രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടടിച്ച് ആധാരം എടുക്കാടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, രാധേനെ പുലർത്തും വേണം. കുട്ടന്റെ ഭർത്താവിന്റെ കുട്ടനെ ദൈവനീതി പഠിപ്പിക്കും വേണം എന്ന് പറയാടേ. അപ്പൊ ദൈവത്തിന്റെ നീതി, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ ദൈവം എന്നെ പുലർത്തണം വിധം. അപ്പൊ എന്നും പറയും, എന്താ കടഭാരങ്ങൾ, എന്താ കടം മാറ്റാത്ത ദൈവം എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് മറുപടി. അപ്പൊ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു, മുന്നോട്ട് പോയോട്ടേക്കാണ്. അപ്പൊ ഈ മുഖാന്തരങ്ങൾ ദൈവം ഒരിക്കൽ ദൈവഭാഗത്തേക്ക് വന്ന് ഞാൻ സുവിശേഷങ്ങൾ ലഭിക്കുന്ന അവസരങ്ങള് കർത്താവിനെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞ് മുന്നോട്ടിരിക്കുന്നത്. ഈ സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ എന്റെ മക്കളൊക്കെ വലുതായി, മൂത്ത കുട്ടി ഇപ്പൊ ആമസോണിന്റെ അതില് ഡെലിവറി ഇതൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് പോണ്. 2 പേരെയും കല്യാണം കഴിഞ്ഞ് 2 പേരും വിശ്വാസി കുട്ടികളെ കല്യാണം കഴിച്ച് അവർക്ക് 2 പേർക്ക് ഈ 2 കുട്ടികളുണ്ട്. താഴെയുള്ള മോൻ ഗൾഫിലായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിനിടയില് എന്റെ ഭർത്താവ് ഇപ്പൊ 9 വർഷം കഴിഞ്ഞു. എന്റെ ഭർത്താവ് മരിക്കാൻ ഇടവന്നു. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളും 3 ആളും കണ്ടതിന് ശേഷം എന്റെ ഭർത്താവിന് തിമിരത്തിന്റെ ഒരു ഓപ്പറേഷൻ വന്നു. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭർത്താവ് പെട്ടെന്ന് ചുമച്ചപ്പോ ഈ കണ്ണിന്റെ വെള്ളയിൽ ബ്രഷ് കൊണ്ട് വലിച്ചപ്പോ ചുവപ്പ് രക്തം ഇങ്ങനെ വലിച്ച പോലെ വേഗം കണ്ണൊക്കെ കെട്ടി വെച്ചിട്ട് 24 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള ഒരു ഇതുണ്ടായി. അപ്പൊ 24 ദിവസം കിടന്നേല് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു കണ്ണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറ്റുമ്പോ കണ്ണ് നഷ്ടപ്പെട്ടു. ഞാനിതൊന്നും അറിയണില്ല, നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല, ചികിത്സിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ ഡോക്ടറെ അടുത്ത് പലപ്പോഴും സംസാരിക്കുന്ന അവസരങ്ങൾ കിട്ടും. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കണ്ണാണ്
എന്താ പറഞ്ഞപ്പോ മുറിവ് ഏറ്റുന്ന അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. പുള്ളിക്കാരന് അത് കാണാൻ പറ്റാത്തത് എന്നെ അടുത്ത് പുള്ളിക്കാരനും കാണിച്ചില്ല. ഈ 24 ദിവസം കൊണ്ട് ആൾക്ക് ശരിയായിട്ടൊരു മാനസാന്തരം ജീവിതത്തിൽ വരാതെ വന്നു. അപ്പൊ എന്നോട് കുറെ കാര്യങ്ങൾ പറയലും ഏറ്റു പറയലും ഇതൊക്കെ എന്നെ നടക്കണേ. അങ്ങനെ 24 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എൻ്റെ പിറ്റേ ദിവസം അപ്പൊ ഞങ്ങള് അതിനിടയ്ക്ക് മരുന്നൊക്കെ ഒഴിക്കുമ്പോൾ ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞു. കാണാൻ ചെന്ന സമയത്ത് മെഡിക്കൽ കോളേജാണ്. മേശയുടെ ചുറ്റും 6 ഡോക്ടർമാരിരിക്കുന്നുണ്ട്. ജനങ്ങൾ ഇങ്ങനെ നിൽക്കണം. അപ്പൊ എന്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇരുന്നു. എന്നോട് ചോദിച്ചു എന്താ പേര്? എന്റെ പേര് രാധ. മതം മാറിയില്ലേ എന്ന് ചോദിച്ചെടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു മതം മാറിയിട്ടില്ല. ഒരു ഉലകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവം, ഞാൻ ഹിന്ദു മതപ്രകാരം ജനിച്ചു വളർന്ന് അതനുസരിച്ചുള്ള മുന്നോട്ട് പോയോണ്ടിരുന്നു. അപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ദൈവമുണ്ട്. ആ ദൈവം ആരാണെന്നൊരു ക്വസ്റ്റ്യൻ എന്റെ ഹൃദയത്തിൽ കിടന്നിരുന്നോ. അത് ദൈവം കണ്ടു. അപ്പൊ ആ ദൈവം ആരാണെങ്കിലും അറിയും. ഇന്നിപ്പോ ലക്ഷ്യബോധം എന്റെ ജീവിതത്തിൽ ആര് ദൈവം എന്ന് അറിഞ്ഞോ ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണം. യേശു ദൈവം എന്നുള്ള ഉത്തമ ബോധ്യം വന്നു. ആ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്ന, സേവിക്കുന്ന. അപ്പൊ ഞാൻ അത് അംഗീകരിച്ചു. എനിക്ക് ചേഞ്ച് വന്നു. ഇപ്പൊ ലോകപ്രകാരം ഉള്ളതിനോടൊക്കെ എനിക്ക് അകൽച്ചയായി എന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ നേതൃത്വം നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ 2 വാക്ക് ഞാൻ പറഞ്ഞു. ഞാൻ ദൈവം ആരാണെന്ന് ഞാൻ ദൈവത്തെ പിൻപറ്റണം, ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഞാൻ പോകുന്നു. എന്റെ കയ്യില് ഒരു ഇംഗ്ലീഷ് ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടറെ കയ്യിൽ എടുത്തു കൊടുത്തു. അങ്ങനെ വന്നിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. വന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ 2 കണ്ണുണ്ടായിട്ട് അഗ്നി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കാൻ നല്ലത്. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ വചനം അറിയുന്ന കാരണം എനിക്ക് തോന്നുന്ന വെച്ചാൽ ഞാൻ ഇങ്ങനെ നിരസിക്കുക. എൻ്റെ ഉള്ളം കൊണ്ട് തന്നെ ഞാൻ തട്ടുക. വീണ്ടും വീണ്ടും ഇങ്ങനെ അലടിക്കാൻ പോലെ ചെവിയില് 2 കണ്ണുണ്ടായിട്ട് അഗ്നി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കിടക്കുന്നത്. വീണ്ടും വീണ്ടും ഇങ്ങനെ അത് വന്നു. അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങള് അപ്പൊ ഇതിങ്ങനെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ അലടിച്ച് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ എനിക്ക് എങ്ങനെ തട്ടിട്ട് പോണില്ല. അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പുള്ളിക്കാരനെ പെട്ടെന്ന് ഒരു പനിയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അനുഭവം ഉണ്ടായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു. ഞങ്ങൾക്ക് കൊണ്ടുവന്നു. രാവിലെ കൊണ്ടുവന്നപ്പോ ഡോക്ടറൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്ന് രാത്രി ആയപ്പോ പുള്ളിക്കാരൻ ലോകത്ത് മാറ്റപ്പെടാൻ ഇട വന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഈ പനിയിലുള്ളിൽ അത് ന്യൂമോണിയയിലേക്ക് കടന്നു എന്തോ നമുക്കിപ്പോൾ അറിഞ്ഞൂടാ, സത്യങ്ങൾ അറിഞ്ഞൂടാ. അതിനിടയിൽ അറ്റാക്ക് ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടായി. എന്തിനു പറയണേ. അപ്പൊ ഇതിക്ക് മുമ്പ് ഒരു ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോ എന്റെ മൂത്ത മരുമകൾ ഒരു ദർശനം കണ്ടു പറഞ്ഞു, അമ്മ അച്ഛന് എന്തോ ഒരു ഓപ്പറേഷൻ എന്തുകൊണ്ട് അച്ഛൻ ഐസിയുല് കിടക്കേണ്ട അവള് കണ്ടു. അപ്പൊ എന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്ന് ഓപ്പറേഷന്റെ സമയത്ത് അവൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ദർശനം കാണാന് ഇവൻ ഗൾഫിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ ലുങ്കി ഉടുത്തിട്ട് ഇവൻ അങ്ങനെ നിക്കണേ. അപ്പൊ ഞാൻ പറയാം എന്താ നീ കളി കളിക്കണേ, നീ ഇപ്പല്ലേ പോയി വന്നേ എന്ന് ഞാൻ ഇങ്ങനെ പറയണേ. പക്ഷെ അച്ഛൻ മരിച്ചപ്പോ അവന് വരേണ്ടി വന്നു. എന്റെ മരുമോള് കണ്ടത് ഐസിയുല് കിടക്കേണ്ടത് വന്നു, സാഹചര്യം വന്നു. അപ്പൊ എന്നെ ദൈവം ഓർപ്പിച്ചു. എന്റെ 2 കണ്ണുണ്ടായിട്ട് ദൈവത്തിന് സൗഖ്യം കൊടുക്കാൻ അറിയാണ്ടല്ല, സൗഖ്യം കൊടുത്തെങ്കിൽ വീണ്ടും ആള് ദൈവകൃപ വിട്ടു പോകും. ആ 23 ദിവസത്തിനുള്ളിൽ ആൾക്ക് യഥാർത്ഥ മാനസാന്തരം വന്ന് യേശുവിനെ ആള് പൂർണ്ണ മനസ്സോടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് അംഗീകരിക്കാൻ ഇവിടെ വന്നു. അതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലായി ദൈവം അംഗീകരിച്ചു എന്ന്. അതിന്റെ ഉറപ്പ് എന്താന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം ഞാൻ അന്ന് ഒരു ദിവസത്തിന്റെ ദശാംശ സമയം പ്രാർത്ഥിക്കുന്ന അവസരമായി. ഞാൻ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്കിങ്ങനെ തരിക. അപ്പൊ ഞാൻ ആത്മരക്ഷയെ കുറിച്ച് ആരോടായാലും ഞാൻ സുവിശേഷം പറയാറ്. ആ നിലയ്ക്ക് അന്ന് നമ്മൾ പറയും മദ്യപാനി സ്വർഗത്തിൽ കിടക്കില്ല, എല്ലാവർക്കും അറിയുന്ന വചനം തന്നെ. പക്ഷെ ദൈവം പുള്ളിക്കാരനെ സ്നാനപ്പെട്ട അതുകൊണ്ട് പുള്ളിക്കാരൻ കർത്തമേശം എനിക്ക് പേടിയാ. ആ കൂട്ടായ്മയിലെ കാര്യം റെഡിക്ക് വരാണ്ട് എനിക്കറിയാം എന്റെ പിന്നിലെ അന്യാരാധന ശക്തികളും പാരമ്പര്യത്തിന്റെ പോരാട്ട ആളെ പുറകോട്ട് വലിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എന്നോട് ദൈവം ഇങ്ങനെ വചനങ്ങൾ തരിക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ചത് മറന്ന് കളയാൻ ദൈവം അനീതിയുള്ളവനല്ല. ഒരു വചനം. അപ്പൊ ഞാൻ എന്റെ മരുവളെ വിളിച്ചു. അവള് വചനം കണ്ടുപിടിച്ച പ്രയർ 6:10 അവള് അങ്ങനെ കണ്ടുപിടിച്ചതാക്കി. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോ പിന്നെ വചനം തരാ, നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം സഹിച്ചതും തളർന്നു പോകാഞ്ഞത് ഞാൻ അറിയുന്നു. 2ാമത് വചനം. അപ്പൊ ഞാൻ മോളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 3ാമത് സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂലോകത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഭൂമിയിൽ
ഭൂമിയിലുള്ളവരെ പരീക്ഷിക്കേണ്ടതിന് ആ പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാ ഈ വചനോട് ഇപ്പൊ പറയേണ്ട ആവശ്യം, എന്ത് ഈ വചനത്തിന് ഇപ്പൊ എന്തായിട്ട് ബന്ധം എന്നൊക്കെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു. അങ്ങനെ 3-ാമത്തെ വചനം, 4-ാമത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല, ഈ വചനങ്ങൾ തന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം കാത്തുകൊണ്ടിരുന്ന പിന്നീടാണ് നമുക്ക് കൊറോണ വന്നതും. ഞാൻ തിരുവനന്തപുരത്ത്, ഞാൻ പറഞ്ഞ പിന്നീട് ഞാൻ സെക്കൻഡ് മാരേജ് കഴിച്ച് തിരുവനന്തപുരത്ത് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇതുപോലെ കൊറോണ സമയത്ത് വരാനിട വന്നു. എന്നുവെച്ചാൽ ഈ വചനത്തിന്റെ ഉറപ്പില്ലേ, ഭൂലോകത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം എന്നാണ് ഈ കൊറോണ കാലമാണല്ലോ, ഭൂമിയിൽ മുഴുവൻ വന്ന ഒരു പരീക്ഷാകാലം. ഈ വചനം തന്നതിന്റെ ഉറപ്പില് ഞാൻ വീട്ടിലേക്ക് തൃശ്ശൂര് വരിൽ പോലും യാത്രയൊക്കെ ചെയ്തു. ഞാൻ ധൈര്യം. അപ്പൊ ഇതിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലായത്, എനിക്കൊന്നും മനസ്സിലായി, എന്റെ ഭർത്താവ് 2 കണ്ണുണ്ടായിട്ട് അത്തി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കിടക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിനെ ദൈവം സൗഖ്യമാക്കാതെ അന്ന് ഇരുന്നത് ദൈവത്തിനറിയാം. ഇനിയും സൗഖ്യപ്പെടുത്തിയാലും പുള്ളി വീണ്ടും പുറകോട്ട് പോകുന്നത് ദൈവത്തിനെല്ലാം അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായി ആള് നിത്യതയിൽ എത്തുന്ന പൂർണ്ണ വിശ്വാസം എനിക്ക് ഉറപ്പും ധൈര്യം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും എന്റെ ഭർത്താവ് നിത്യ നരകത്തിലാണെന്ന്? പിന്നെ ഞാൻ എന്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞു? അപ്പൊ ആ ഉറപ്പ്, എന്റെ ഹൃദയം എന്നെ യഥാർത്ഥമായി അറിയുന്ന, എന്റെ അവസാനം വരെ അറിയുന്ന ദൈവം എന്റെ അത് മനസ്സിലാക്കിയിട്ട് എന്നെ ഈ വചനങ്ങൾ തന്നെ ഉറപ്പിച്ചു. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ ആത്മാവ് നിത്യമാണെന്ന് എനിക്ക് ഉറപ്പ് തന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് മാരേജ് ചെയ്തു. ഇപ്പൊ എന്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമാകുമ്പോണ്. ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്തിട്ട് 5 വർഷം. എന്നെ വിവാഹം കഴിച്ച ഭർത്താവ്, ഞാൻ മാട്രിമോണിയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ വ്യക്തിപരമായ സങ്കടങ്ങൾ, വേദനകളൊക്കെ ഞാൻ ദൈവത്തോട് പറയാം. എന്റെ മക്കളോട് ആരോട് ഞാൻ പറയാറില്ല. ഭർത്താവ് പോയപ്പോഴാണ് എനിക്ക് ഭർത്താവിന്റെ വില കുറിച്ച് മനസ്സിലായത്. പോകുമ്പോഴേ ഏത് കാര്യമാണല്ലോ, കണ്ണുണ്ടെങ്കിൽ അവൻ പറയും കണ്ണ് ഉള്ളപ്പോ കാഴ്ച അറിയില്ല, കണ്ണ് പോകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവും. അതുപോലെ അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം അങ്ങനെ മാട്രിമോണിയൽ മുഖാന്തരം ഞാനും രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മുഖാന്തരം ഒരുങ്ങി. ഇന്ന് എന്നെ കഴിച്ച ഭർത്താവ്, ആളുടെ ഭാര്യ മരിച്ചിട്ട് 7 വർഷമായി. ആളുടെ 33 വയസ്സായൊരു മകൻ ദുബായില് 14 വർഷം അവന് അവിടെ ആയിരുന്നു. അവന് ക്യാൻസർ വന്നിട്ട് അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവൻ മരിച്ചു 23-ാമത്തെ ദിവസം പുള്ളിക്കാരന്റെ ഭാര്യ മരിച്ചു. പുള്ളിക്കാരത്തി ഷുഗർ രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ മോൻ മരിച്ചിട്ട് 23-ാമത്തെ ദിവസം ഭാര്യ മരിച്ചു. 1 മാസത്തില് മകനും മരിച്ചു, ഭാര്യ മരിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി. ഇത് ആള് ടീച്ചറോടെ അനുഭവത്തോടെ കടന്നു വന്ന വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ യോജിപ്പിച്ചത് ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൃപയാൽ 5 വർഷമായി. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്നു. തിരുവനന്തപുരത്ത് IPC ഫെയ്ത്ത് സെന്റർ പേരുകട ചർച്ചിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തൃശ്ശൂര് ശക്തനിലെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൃപയാല് വളരെയധികം സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുന്നു. സമയായ ദേവദാസി? സ്തോത്രം. സിസ്റ്റർ, ഓക്കെ സമയായ? ഇല്ല, 1 മണിക്കൂർ ഉണ്ടായിരുന്നു സിസ്റ്റർ. 47 മിനിറ്റ് ആയതേ ഉള്ളൂ. അതെ, സമയമുണ്ടല്ലോ. ചില കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കണേ. പറഞ്ഞോട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, അപ്പൊ ഞാൻ അങ്ങനെ മുഖാന്തരം ദൈവഭാഗത്തേക്ക് വന്നത് ചുരുക്കമായിട്ട് ഞാനൊക്കെ പറയാറ് വന്നുള്ളൂ. ഇനി എനിക്ക് എന്നെ കേൾക്കുന്നവരോട്, പ്രേക്ഷകരോട്, വിശ്വാസത്തിൽ വന്നവരും വരാത്തവരായിരിക്കുന്നവരോട് ഒരു വചനം ഞാൻ പറയാൻ ആഗ്രഹിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. എന്നുവെച്ചാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പൊ പേരെഴുതിയവരുണ്ടല്ലോ, അതിന്റെ അർത്ഥം പേരെഴുതി കാണാത്തവരെയാണ് തീപ്പൊയിലിടും. പേരെഴുതിയെന്നൊരു നിത്യതയില് ആ സ്വർഗരാജ്യത്തിന്റെ അവകാശി നിത്യതയിൽ ചെന്ന് ദൈവത്തോടു കൂടെ ചെല്ലും. അല്ലാത്തവര് നരകത്തിൽ പോകും. ഈ നരകത്തിൽ പോവാതിരിക്കാനാണ് കർത്താവ് ഈ വചനത്തിൽ ജീവപുസ്തകത്തിൽ എങ്ങനെ പേരെഴുതാം. ജീവപുസ്തകം എവിടെ ഇരിക്കുന്നത്? നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം താല്പര്യമുള്ള വായിച്ച് നോക്കട്ടെ. അങ്ങനെ വായിക്കുമ്പോ പുസ്തകങ്ങൾ തുറന്ന് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്ന ആ പുസ്തകം തുറന്നപ്പോ എല്ലാവരും ആപാരം ഇതൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. നമ്മള് എല്ലാവരും ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നൊക്കെ ആദ്യം നമുക്ക് ചുരുക്കം മനസ്സിലാവും. അപ്പൊ എങ്ങനെ ജീവപുസ്തകത്തിൽ പേരെഴുതാമെന്ന് ഞാൻ പറയാം. എന്നുവെച്ചാൽ ജീവപുസ്തകം ഇരിക്കുന്ന സ്വർഗത്തിലാണ്.
ഈ ലോകപ്രായം റേഷൻ കാർഡിലോ ഓഫീസിലോ ഞാൻ എവിടെയൊക്കെ പേരുണ്ടെങ്കിലും നമുക്ക് കാര്യമില്ല. സ്വർഗത്തിൽ അതൊക്കെ വിശ്വാസം. സ്വർഗം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, സ്വർഗം നരകമുണ്ടെന്ന് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മരിച്ചിട്ട് ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഒന്നാലും സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ ഇതിൽ രണ്ടിലും എവിടേക്കെങ്കിലും പോയേ പറ്റൂ. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോവാൻ യേശു അല്ലാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പോവില്ല. യേശു ഭൂമിയിൽ വന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടികൾ എടുത്ത് മനുഷ്യന്റെ കൈകൊണ്ട് കല്ല്, മണ്ണ്, മരം, സ്വർണം, വെള്ളി ഇതുകൊണ്ടൊക്കെ ദൈവങ്ങളെ മനുഷ്യൻ ഉണ്ടാക്കി അതിനെ വണങ്ങുമ്പോൾ ദൈവത്തിന് അത് വേദനയാണ്, അത് പാപാണ്. ആ ബോധ്യം നമുക്ക് വരുമ്പോൾ ദൈവത്തെ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ ദൈവത്തെ അനുഭവിച്ചറിയാം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. വിശ്വാസമാണ് ഇതിന്റെ അടിസ്ഥാനം. ഇന്ന് ലോക ചരിത്രത്തിൽ യേശു ഭൂമിയിൽ വന്നെന്നും യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മാനവജാതിനെ, അവിടെ ജാതി മത വർഗമൊന്നുമില്ല, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട്. പാപമാണ് മനുഷ്യനെ ദൈവത്തിന് അകറ്റുന്നത്. ഈ പാപത്തിന് വിടുതൽ കിട്ടാൻ ആ കാൽവറി ക്രൂശിലത്തെ യാഗം ആര് വിശ്വസിക്കണം, ആ വിശ്വാസം നീതീകരിക്കപ്പെടാണ്. ആ നീതീകരിക്കച്ചാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താല വരുന്നത്. നമ്മൾ വിശ്വാസം വരുന്ന കേൾവിയാലാ. ആ ക്രിസ്തുവിന്റെ വചനം മുഖാന്തരം കേൾവി കേൾക്കുമ്പോഴാണ്. ഇപ്പൊ എന്നെ രൂപാന്തരപ്പെടുത്തിയത് ബൈബിളിലത്തെ വചനാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ വചനം ഉള്ളിൽ വരുമ്പോഴാണ് മനുഷ്യന് മാറ്റം വരുന്നത്. അപ്പൊ യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാണ്. ആര് അംഗീകരിക്കണം, ആര് വിശ്വസിച്ച് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും തീരുമാനം എടുക്കുമ്പോ ഒരിക്കലും യേശു ഒരു മതത്തിന്റെ ദൈവമല്ല. യേശു ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. ഭൂമിയിൽ ഒരു മതം പോലും യേശു ഇന്ന് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നതും യേശു ഉണ്ടാക്കുന്നത്. യേശു എന്നുവെച്ചാൽ ശിഷ്യന്മാരെ, യേശുവിനെ അനുഗമിക്കുന്നവരെ, നിങ്ങൾ വാസ്തവമായി വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എന്റെ ശിഷ്യന്മാരാകുന്ന, പെന്തക്കോസ്തുകാരാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളതാവുന്നൊന്നും അവിടെ വചനത്തിലില്ല. നമ്മൾ യേശുവിന്റെ ശിഷ്യത്വം വഹിക്കുക. ആ ശിഷ്യത്വം വഹിക്കുന്നവന് യേശു തന്നെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലെത്തില്ലെന്ന്. അപ്പൊ യേശുവിനെ വിശ്വസിച്ച് ഒന്നാമത്തെ ഗുണം പാപമോചനം കിട്ടും. പിന്നെ യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുക. എന്നുവെച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയില് അത് പത്രോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നമ്മൾ യേശുവിനെ അംഗീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു. പിന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് യേശുവിനെ അംഗീകരിക്കുമ്പോ എന്നുവെച്ചാൽ അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. ഒരാളുടെ നിർബന്ധത്താൽ മനസ്സല്ല പാപബോധം വരുമ്പോ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ഈ ആത്മാവാകുന്ന ദൈവം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഉൾക്കാഴ്ചക്കൃതേക്കണ്ണ് പ്രകാശിക്കുന്നത്. അത് മനസ്സിലാകുമ്പോ നമ്മൾ യേശുവിനെ സ്വീകരിക്കും. പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമ്പോൾ അത് ദൈവമാണ് കാണുന്നത്, ഒരാൾക്കും വേണ്ട. അത് ദൈവം കാണല്ല. പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമ്പോൾ അത് നമുക്കത് പുറത്തേക്ക് വെളിപ്പെടും. ഇപ്പൊ ഒരാള് ഗർഭമുണ്ടായ എങ്ങനെയും മൂടി വെക്കാൻ പറ്റില്ല. കുറച്ചിങ്ങനെ കഴിഞ്ഞുമ്പോ വയറ് വീർത്തുമ്പോ ഗർഭിണിയാന്ന് മനസ്സിലാവും. ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞ് നടക്കണ്ട, കാണുമ്പോ മനസ്സിലാവും ഗർഭിണിയാന്ന്. ഇതുപോലെ യേശു ഉള്ളിൽ വരുമ്പോ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയെ തീരും. യേശു ഉള്ളിൽ വരുമ്പോ നമുക്ക് മാറ്റം, അകത്തുള്ള മാറ്റം അത് പുറത്തേക്ക് വെളിപ്പെട്ടു വരും. നമ്മൾ ലോകത്തോടുള്ള ലോകത്തിൽ നിന്നുള്ള ലോകത്തിന്റെ ഇമ്പങ്ങള് മോഹങ്ങളൊക്കെ അകന്നകന്ന ഒരു ദൈവത്തോട് കൂടെ നമ്മൾ നടക്കുന്നതൊന്നും ദൈവവചനമായിരിക്കും. അവിടെ അപ്പസ്തോല പ്രവൃത്തിയിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി മാനസാന്തരം വരും. ഈ മാനസാന്തരം വന്ന വ്യക്തി സ്നാനം ഏൽക്കണം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ പോകുന്ന, ശിക്ഷാവധി ശിക്ഷിക്കപ്പെടുന്ന രക്ഷയുടെ വിപരീതമുള്ള ശിക്ഷ, ആ നിത്യനരകത്തിൽ പോകുന്ന അതിന്റെ അർത്ഥം. അപ്പൊ സ്നാനമിട്ട വ്യക്തി അഭിഷേകം പ്രാപിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം. അങ്ങനെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ ദൈവം നമുക്ക് തന്നത്. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ ഓരോരുത്തരും അനുസരിക്കുന്നു. അപ്പൊ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ വ്യക്തി സ്നാനപ്പെട്ട് കൂട്ടായ്മകൾക്ക് പോകണം, കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മയിൽ നിന്ന് ഓടരുത്. അപ്പൊ നമ്മൾ കൂട്ടായ്മയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ബലപ്പെടുന്നത്. വചനം കേട്ടും വചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വചനങ്ങൾ കേട്ടാണ് ഓരോ വ്യക്തികളെ ആത്മീയം വളരുന്നത്. ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ പ്രസവിച്ചു, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആ കൊച്ചു അങ്ങനെ തന്നെ കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവും. നമുക്ക് എത്ര വേദനയുണ്ട്. ആ കുട്ടിക്ക് വളർച്ച വേണം. ആ കൊച്ചിന് എന്ത് കൊടുക്കണം? ആ പ്രായത്തിൽ എത്ര കോടീശ്വരനായാലും സ്വർണത്തിന്റെ കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആൾക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും പറ്റും. ആ കൊച്ചിന്
പാലേ കുടിക്കാൻ പറ്റുള്ളൂ. ആ പാല് കുടിക്കുമ്പോ ആ കൊച്ചു പാല് കുടിച്ചാൽ വളർച്ച വരും. 6 മാസം കഴിഞ്ഞ കുട്ടി അതിൻ്റെതായ വളർച്ച വന്നു. അപ്പൊ അതിന് ആ ഭക്ഷണം ഒരു മാറ്റം വെച്ചിട്ട് കട്ടിയുള്ള ഭക്ഷണം കൊടുത്തോളും, അങ്ങനെ വളരും. ഇതുപോലെ ആത്മീയമായി നമ്മൾ യേശുവിനെ അംഗീകരിച്ച നമ്മള് വചനമാകുന്ന പാല് കുടിക്കാൻ വാഞ്ചിക്കുന്ന നമുക്കൊരു ദാഹമാണ്. ഈ വചനം കേൾക്കാനും വചനം വായിക്കാനും ധ്യാനിക്കാനും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ വർത്താനം പറയുന്ന പോലെ യേശുവിനോട് സംസാരിക്കാം. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഒരു സ്റ്റൈലില്ല. ഒരു കൊച്ചു കുട്ടി ജനിച്ച അമ്മ എനിക്ക് പാല് വേണം ചോദിക്കില്ലല്ലോ. ആ കൊച്ചു കരയുമ്പോ ഈ പ്രസവിച്ച അമ്മയ്ക്കറിയാം അത് പാല് കുടിക്കാനാണോ, വയറുവേദന എടുത്തിട്ടാണോ, ഇനി അപ്പിട്ടിട്ടാണോ, മൂത്രം മുള്ളിട്ടാണോ, എന്തെന്ന് ഈ അമ്മയ്ക്കറിയാം. അതിനൊക്കെ പരിധിയുണ്ട്. മനുഷ്യന്റെ കഴിവിന് പരിധിയുണ്ട്. പക്ഷെ പരിധിയില്ലാതെ എല്ലാം ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും ഉള്ളതുപോലെ നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിന് മറന്നു, നമ്മുടെ നിരൂപണങ്ങൾ പോലും ദൈവത്തിന് മറിയില്ല. അപ്പൊ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കാണ് നമ്മൾ ഈ പാല് കുടിക്കുന്നത്. ആ പാല് കുടിക്ക വചനമാകുന്ന പാല് അതൊക്കെ നമ്മൾ വളർച്ച ആത്മീയമായിട്ട് വളരും. ഈ വളർന്നു വരുന്തോറും വളർന്ന കുട്ടി പിന്നെ ഉള്ളത് കറഞ്ഞു കിടക്കില്ല. പിന്നെ കുറച്ച് മുതിർന്ന് എണീക്കാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും. ഇതുപോലെ നമ്മൾ ആത്മീയത്തിൽ വളരും. അപ്പൊ നമ്മൾ ഈ അറിഞ്ഞ യേശുവിന്റെ നാമത്തെ കുറിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ പറയുന്നത് നോക്കിയേ, എനിക്ക് എത്ര സമാധാനം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം എസ്റ്റേറ്റ്, ബംഗ്ലാവ്, കാറ്, ബാങ്ക് ബാലൻസ്, ആ സമാധാനമൊക്കെ താൽക്കും. നമ്മളിപ്പോ നമ്മുടെ ചുറ്റുവശത്തന്നെ കാണില്ല എത്രയോ സാമ്പത്തികമുള്ളവര്. അവരോട് അടുത്ത് വരുമ്പോ അറിയാം അവർക്ക് സമാധാനമില്ല. എല്ലാവരും പറയുന്നത് സമാധാനമില്ല. സമാധാനം എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോ? സമാധാനം വാങ്ങാൻ എത്രയോ പേര് പൈസ ഉള്ളവരെ പേര് വാങ്ങും. സമാധാനം ദൈവം തരണം. ദൈവം തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്ന, എല്ലാം സുഭിക്ഷമായിട്ട് ഇരുന്നിട്ട് വരുന്ന സമാധാനമല്ല. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എന്തൊക്കെ വന്നാലും അതിന്മേലെല്ലാം അതിജീവിക്കാനുള്ള സമാധാനം. അറിഞ്ഞ സത്യത്തിൽ നമ്മൾ യേശുവാണ് ദൈവം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായപ്പോ യേശുവിന്റെ പാത പിൻപറ്റി. നമ്മൾ ബൈബിളിലൊക്കെ ഒത്തിരി അൻപുകൾ പറയാണ്ട്. ശത്രുക്ക്, മേശക, വേദനക അവരുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തില് വിശ്വാസ ജീവിതത്തിൽ പരിശോധനകൾ വരും. നമ്മൾ പരിശോധിക്കും, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുമെന്നറിയാം. ദൈവം പരിശോധിക്കാം. ആ പരിശോധനകളിലൊക്കെ നമ്മൾ ഈ സ്കൂളിലെ കുട്ടികളെ ചേർത്തിൽ നിന്ന് പരീക്ഷ എടുക്കണ, പരീക്ഷ പ്രൊമോഷൻ, അവ ഒന്നിച്ച് ചേർത്തി കുട്ടി ഇങ്ങനെ പരീക്ഷകളൊക്കെ ജയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇതുപോലെ ആത്മീയ ജീവിതത്തിലും നമ്മളെ ഉള്ള പോലെ അറിയണ ദൈവം, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ചിന്തകളും നിരൂപണവും നമ്മുടെ പ്രവൃത്തികൾക്ക് അറിയുന്ന ദൈവം. ആത്മീയമായിട്ട് നമ്മൾ ക്രിസ്തു എന്ന തലയോളം വരണം ദൈവാഗ്രഹം വളർച്ചയാണ് ആത്മീയത്തിനും. ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാം. അങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ യേശുവിനെ കുറിച്ച് പറയുമ്പോ അവർ യേശുവിനെ അംഗീകരിക്കുമ്പോ അവരെ പേര് ജീവപുസ്തകത്തിൽ ദൈവം എഴുതുന്നു. ഇതൊക്കെ വിശ്വാസത്താൽ. വിശ്വാസം എന്നതിന് അടിസ്ഥാനം. ഇതിന് പണം കൊടുത്തിട്ടോ നേർച്ച വഴിപാടോ ഒന്നും വേണ്ട. വിശ്വാസം, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തോട് നമ്മൾ അടുക്കാൻ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അപ്പൊ അവന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നമ്മുടെ ശുദ്ധീകരണം. ആ ശുദ്ധീകരണം യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ യേശുവിന്റെ രക്തം അത്ര പവർഫുൾ ആയിട്ടുള്ള രക്തം. അവസാനത്തുള്ളി രക്തം പോലും മനുഷ്യർക്ക് വേണ്ടി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ. കണ്ട, അവിടെ മനുഷ്യർക്ക് എന്ന് പറഞ്ഞ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒരു വിഭാഗത്തിന് വേണ്ടിയില്ല, മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് വരും. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്തായാലും ജനിച്ചു മരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യം, ഒരു മാറ്റമില്ല. സമയം നമുക്കറിയില്ല, മരണം ഉണ്ടെന്ന് ഉറപ്പാ, സമയം നമുക്കറിയില്ല. അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തി, ഞാൻ ഇപ്പൊ യേശുവിനെ വിശ്വസിച്ചു, എനിക്കെന്താ ഈ ലോകപ്രകാരം ഇന്നും വാടക വീട്ടിൽ താമസിക്കണേ, ഈ ലോകപ്രകാരം ഒന്നിലും പാടില്ല. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടർന്ന് വരുന്ന. അപ്പൊ ഈ ലോകപ്രകാരം എന്തൊക്കെ ഇപ്പൊ വയനാട്ടിലെ ദുരന്തം നമ്മൾ കണ്ടു, എന്തൊക്കെ ഉണ്ടായതാ, ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയി. എന്തെല്ലാം നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ലോകത്ത് നമ്മൾ കണ്ടും കേട്ടോണ്ടിരിക്കണം. ഇന്നിപ്പോ മൊബൈലും ടിവിയും ഒക്കെയിലൂടെ എത്ര മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം കണ്ടു കേട്ടില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും മരിക്കും. മരിച്ചാല് ദൈവം നമ്മളെല്ലാവരും ന്യായം വിധിക്കും. ദിവസം ന്യായവിധി ഈ ലോകത്തിന്റെ കോടതിയിൽ ന്യായവിധി അല്ല. ഇവിടെ റെക്കമെൻഡ് കൊണ്ട്, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട്, പണസ്വാധീനം കൊണ്ടൊക്കെ ഈ ലോകത്തിന്റെ കോടതിയിൽ നിന്ന് പോരാ. പക്ഷെ ആ സ്വർഗീയ കോടതിയില് ഒരു റെക്കമെൻഡും ഇന്ന് ദൈവം നമ്മളെ ന്യായം വിധിക്കുമ്പോ, നേരത്തെ പറഞ്ഞല്ലോ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പോയിക്കിലിടുന്ന നമ്മൾ ദൈവം ന്യായം വിധിക്കും. എല്ലാവരും ഒരു ദിവസം ദൈവത്തിന്റെ ന്യായ സ്ഥലത്ത് മുമ്പിൽ ചെല്ലേണ്ടി വരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും പേര് വിളിച്ച് ദൈവം ന്യായം വിധിക്കും. ആ ന്യായം വിധിക്കുമ്പോ രാധയുടെ പേര് വിളിച്ചു, രാധ. അപ്പൊ നോക്കും ദൂതന്മാര് വന്ന് പേരെടുത്ത് നോക്കി, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്, എന്നാ നീക്കി നിർത്തും. വേറെ വ്യക്തിയുടെ പേര് വിളിച്ചു, ആ ആളുടെ പേര് അതിലില്ല, ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാന്ന് പറയാം, എന്നാ കൊണ്ട് നരകത്ത്.
അതിലുകൊണ്ട് തള്ളിയിടുന്നു. അപ്പൊ ഓടി ചെന്ന് തള്ളിയിടും. അയ്യോ എന്നതിൽ വിടല്ലേ, അവിടെ പല്ലുകടിയും വേദനയും ദണ്ണനാണ്. അപ്പൊ അയ്യോ എന്നെ വിടല്ലേ എന്നൊക്കെ അന്ന് മനുഷ്യനല്ലേ സകല സൂത്രങ്ങൾ പറയും. അയ്യോ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ സത്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, യേശുവാണ് ദൈവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെ പല തന്ത്രങ്ങളൊക്കെ പറഞ്ഞാൽ ഉണ്ടാതിരിക്കും. നമ്മൾ ഇന്നിപ്പോ എത്രയും മനുഷ്യന്റെ കണ്ണെടുത്തം കൊണ്ട് എത്ര ക്യാമറ വെച്ച് എന്തെല്ലാം കാണണം, ടി വിയിലൂടെ നമ്മൾ എന്തെല്ലാം കാണണം. അപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ ചെയ്തൊക്കെ സ്ക്രീനിൽ കാണുന്ന പോലെ കാണിക്കും. നമ്മൾ സുവിശേഷം വ്യക്തിപരമായി കൺവെൻഷൻ മുഖാന്തരം ടി വിയിലൂടെ യൂട്യൂബിലൂടെ ഏതെല്ലാം രീതിയിൽ മനുഷ്യരോട് ദൈവം നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സുവിശേഷം അറിയിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സുവിശേഷം ഇന്നത്തെ ഈ കാലഘട്ടത്തില് കമ്പ്യൂട്ടർ സ്പീഡിൽ എന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരും ഇത് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് ദൈവം നീതിയോടെ വിധിക്കുക. ഞാൻ കേട്ടില്ല എന്ന് പറയാൻ പാടില്ലാത്ത രീതി സകല അവസാന വ്യക്തി പോലും സുവിശേഷം കേട്ടതിന് ശേഷമാണ് ഈ പിന്നീടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ, അതൊന്നും ഇപ്പൊ പറഞ്ഞ സമയമില്ല. അപ്പൊ ജീവപുസ്തകത്തിൽ നമ്മൾ പേര് എങ്ങനെ എഴുതാം അതാണ് നേരത്തെ പറഞ്ഞു വന്നത്. ജീവപുസ്തകം നമ്മൾ യേശുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് വാസം ചെയ്ത് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മളെ നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. അങ്ങനെ നമ്മള് മുന്നോട്ട് പോകുമ്പോൾ ദൈവാത്മാവ് കൂട്ടായ്മ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ അടിസ്ഥാന യേശു സ്വീകരിച്ച വ്യക്തികൾ കൂട്ടായ്മ ആചരിക്കണം, അപ്പം ഓർക്കണം. അങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങൾ 7 ഉപദേശങ്ങൾ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ദൈവം നമ്മൾ പടിപടിയായി ഉയർത്തും. അപ്പൊ ഈ സത്യം ദൈവത്തിന്റെ വഴി പട്ടുമെത്തയുടെ വഴിയല്ല ഒരിക്കലും. എന്നെ ദൈവം വിളിച്ചപ്പോ 2 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പിന്നാലെ വന്നാൽ കഷ്ടത, വന്നില്ലെങ്കിൽ നാശം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ, വചനം അങ്ങനെ പറഞ്ഞത്, അനേകം കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കുന്ന. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു ജയിച്ചു. ഏത് ഒരു വ്യക്തിയും ഈ ഉലകത്തില് മരിച്ചോടുകൂടി അവരൊക്കെ അങ്ങനെ മൺമറിഞ്ഞു പോയിട്ടുള്ളോ? അത് പുരാണങ്ങളിൽ പറയുന്ന ദേവി ദേവന്മാര് അവരൊക്കെ ആരൊക്കെയല്ല, അവരൊക്കെ മരിച്ചു പോയി. പക്ഷെ യേശു മരിച്ചിട്ട് മരണത്തെ ജയിച്ചു, ഇന്നും ജീവിച്ചിരിക്കുക. എന്നുവെച്ചാൽ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഭൂമിയിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശു സ്വർഗത്തിലേക്ക് പോകുന്ന ശിഷ്യന്മാർ നോക്കി നിന്നു. അപ്പൊ ചോദിക്കണേ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ എന്താ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഈ വീണ്ടും വരുന്നുള്ള ഉറപ്പാണ് ഇപ്പൊ എനിക്കുള്ളത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് യേശുവിനെ ആശ്രയിക്കും, വിശ്വസിക്കും, പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകണം. ഇന്നിപ്പോ ഈ ഇരിക്കണ ഞാൻ മരിച്ചാലും എന്റെ ആത്മാവ് സ്വർഗത്തിലെത്തും എനിക്ക് ഉറപ്പുണ്ട്. അത് മനസ്സിലായ? അപ്പൊ ആ ഉറപ്പാണ്, പ്രത്യാശയുണ്ട് ജീവിതത്തിൽ. യേശു ജനിക്കുന്നു പറഞ്ഞു, ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഈ രണ്ടും സംഭവിച്ചുകൊണ്ട് ഈ 3-ാമത്തെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വിശ്വാസമില്ല, ഒരു രക്ഷയില്ല. വിശ്വാസമാണ് ഇതിനൊന്നും വേറെ ഒരു ഇത് കൊടുത്തിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ യേശു പറഞ്ഞതുപോലെ സംഭവിക്കും എന്നുള്ള ഉറപ്പ്. അപ്പൊ യേശു വീണ്ടും വരും. അതുകൊണ്ടാണ് നേരത്തെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വരുന്ന. അപ്പൊ കാത്തു നിൽക്കുന്നവർ കൂട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ട്രെയിൻ വന്ന സമയത്ത് അവിടെ നിന്ന് കാത്തു നിൽക്കണം. കാത്തു നിൽക്കുന്ന സമയത്ത് ട്രെയിൻ വന്ന് എനിക്ക് കയറി പോവാം. ഞാൻ വഴിയുടെ പകുതി എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഗേറ്റ് വരെ എത്തിയിട്ടുള്ള, അയ്യോ എന്ന് പറഞ്ഞാൽ ആരോടും പറഞ്ഞ് നിർത്തത്തില്ല, ട്രെയിൻ ഇങ്ങനെ കയറി പോകും. അവിടെ ഒരുങ്ങി കാത്തു നിൽക്കുന്നവർ ട്രെയിൻ വന്നാൽ കയറി പോവാം. ഇതുപോലെ യേശുവിനെ വിശ്വസിച്ച് യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കൂട്ടായ്മകൾ ആചരിച്ച് അങ്ങനെ യേശുവിന്റെ നിങ്ങൾ വാസ്തവമായി വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എന്റെ ശിഷ്യന്മാരാകുന്നു. അപ്പൊ നമ്മൾ യേശുവിന്റെ ശിഷ്യത്വം വഹിക്കുമ്പോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കർത്താവ് തൻ ഗംഭീര നാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുന്നൊക്കെ നമ്മൾ വചനം പറയുന്നുണ്ടല്ലോ. ആ കാഹള ശബ്ദം കേൾക്കണമെങ്കിൽ ഈ ആത്മീയ ഇതുള്ളവർക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുള്ളൂ. ഡ്യൂട്ടി നേരം കൊണ്ടെന്നാ ഡ്യൂട്ടി നേരം സംഭവിക്കുന്ന. അന്ന് ലോകത്ത് ഇതുവരെ ഉണ്ടാവാത്ത നിങ്ങൾ മേലെ ഉണ്ടാവുന്ന സംഭവം ഉണ്ടാകുന്ന അതൊക്കെ പിന്നീട് ബൈബിളൊക്കെ അറിയാം, വായിച്ചു നോക്കി അതൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ ആ കർത്താവിന്റെ വരവാണ് എന്റെ ജീവിതത്തിൽ പ്രത്യാശ. ജീവിതത്തിൽ നിന്ന് പ്രത്യാശയുണ്ട്. എന്നുവെച്ചാൽ മരിച്ചാലും ദൈവത്തിനോട് നിത്യത സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിൽ ഈ പ്രത്യാശയുടെ ഉറപ്പുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ അവസാനത്തോളം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന വരെയും എന്റെ സകല ആവശ്യത്തിനും മതിയായ ദൈവം ഉറപ്പ്. അതിനിടയ്ക്ക് നിന്ന് എന്റെ പരിഹാസത്തിന്റെ അവമാനം ഒക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ സുവിശേഷം പറയാൻ പോണ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ സുവിശേഷം പറയുന്ന വീടുകളിൽ ഒരു ദിവസം ചെല്ലുമ്പോ അവരെന്നോട് പറയാം, എന്റെ പേര് പെന്തക്കോസ്ത് രാധാമണിയും രക്ഷകനും എന്ന് ഹെഡിങ് എഴുതി ഒരു മാറ്റർ എഴുതിയിട്ട് ആ സ്ഥലത്തിന്റെ പേര് വെച്ച് പൗരസമ്മതം എഴുതിയിട്ട് ഞാൻ പോകുന്ന സകല വീട്ടിൽ, ആ ദേശത്തുള്ള സകല വീട്ടുള്ളിൽ ഈ
ഇത് കൊണ്ടിട്ടു. ഈ മാറ്റർ എഴുതിയ കടലാസ് എല്ലാ വീട്ടിലും കൊണ്ടിട്ടു. ഞാൻ പോകുന്ന വീടുകളിൽ അവരെ ചെടിയൊക്കെ തട്ടി മറിച്ചിട്ട് പ്രതിഷേധം അറിയിച്ചു. ഞാൻ പോകുന്ന വീടുകൾ തെരഞ്ഞെടുത്തിട്ട്, എന്നിട്ട് രാത്രി അവര് പന്തം കൊളുത്തി ജാഥ നടത്തിന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അവിടെ ചെന്ന് പറയാം, എന്നെ അവരൊക്കെ എന്റെ ജന്മനാട്ടിൽ മണി എന്ന് പറഞ്ഞാൽ അറിയാം. എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഇപ്പോഴും മണി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുപേരാണത്. അമ്പലത്തിലിട്ട പേര് വേറെ, വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വിളിക്കുന്ന മണിന്ന്. രാധാന്ന് ഞാൻ ഇട്ട പേരാ. എന്നെ സ്കൂളിൽ ചേർത്താൻ മുമ്പ് എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, മണി ഗണിന്നൊന്നും വേണ്ട, സ്കൂളിൽ മണി അടിക്കുമ്പോൾ എന്നെ പിള്ളേര് കളിയാക്കും. അപ്പൊ നിനക്ക് എന്താ പേരിടണ്ട്? വീട്ടിൽ നിന്ന് തുടങ്ങി പേര് പറഞ്ഞ് സ്കൂളിൽ എത്തിയപ്പോ രാധയിൽ അവസാനിച്ചു. അങ്ങനെയാണ് രാധാന്ന് പേരിട്ടത്. അപ്പൊ ഇന്ന് ചിലർ ചോദിക്കും, എന്താ നീ പേര് മാറ്റും? ഞാൻ പേരൊന്നും മാറ്റിയിട്ടില്ലേ. ഫിലോമന, ആലിഫ്, മറിയാമ എന്നിട്ടിട്ട് എന്നിൽ യേശുവിന് എന്താ കാര്യം? ഇന്ന് യേശു എന്നിലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്നെ നയിക്കണം നടത്തണം. ഉറപ്പും ധൈര്യം, പ്രത്യാശയുടെ ജീവിതത്തിലെ നിത്യതയില് നമ്മൾ ചെല്ലുന്നുള്ള ഉറപ്പും ധൈര്യം, ആ ഉറപ്പോടെ ധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. സമയമായി. അപ്പൊ ഞാൻ നന്ദി പറയട്ടെ. ദൈവം ഈ സമയം വരെയും ഇങ്ങനെ ഒരു മുഖാന്തരത്തിലൂടെ ഒരു സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഒരു സമയമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ദൈവദാസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിന് ദൈവത്തോട് ആദ്യം നന്ദി പറഞ്ഞു. ഇതിന് ദൈവത്തിന് ഒരു ഉദ്ദേശം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ മുഖാന്തരം ഒരിക്കൽ ദൈവദാസിയോട് നന്ദി പറയുന്നു. ഈ സമയം വരെ എന്റെ ഈ സാക്ഷ്യം കേട്ടവർക്കും അത് ഉപകാരമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എന്തോ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ പൂർണ്ണമായി ഇങ്ങനെ അവസരം എല്ലാവർക്കും, പ്രേക്ഷകർക്കും, ദൈവദാസിക്കും, ദൈവത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി ഞാൻ നിർത്തുന്നു. ആമേൻ, ആമേൻ. സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ഈ ചെറുതിലെ തന്നെ ഈ അമ്പലങ്ങളിൽ പോകുമ്പോഴെന്തോ ദൈവം ഒരു യഥാർത്ഥ ദൈവം അല്ലെന്നൊരു തോന്നലുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ സങ്കല്പിച്ചിട്ടാണല്ലോ വിളിക്കുന്നത്. നമ്മൾ ദൈവം സങ്കല്പല്ലല്ലോ, ദൈവം യാഥാർത്ഥ്യ. ഒത്തിരി ദൈവങ്ങളുണ്ട്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, ആരെ വെച്ചിട്ട് വിളക്ക് വെച്ച് നമിക്കണ്ടേന്ന് ഞാൻ കുറെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഒറ്റ ആളറിയണില്ലേ, ദൈവം മാത്രം അറിയില്ല. എന്റെ ഭർത്താവിന് പോലും അറിയില്ല. ഏതെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോ ഒരു കുടുംബ ജീവിതമല്ലേ, അപ്പൊ ഏത് ഫോട്ടോ വെക്കണം എന്നാണ് എന്റെ ചിന്തന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പെട്ടെന്ന് ഭർത്താവ് മലയ്ക്ക് പോണത് കൊണ്ട് അയ്യപ്പന്റെ ഫോട്ടോ കൊണ്ട് വിളക്ക് വെച്ചു. അത് കഴിഞ്ഞ് ആദ്യത്തെ കൊച്ചുണ്ടായി, അത് മരിച്ചപ്പോ ഞാൻ സ്വപ്നം കാണും. ഞാൻ തൊട്ടിയില് ആട്ടുന്നതും പാല് കൊടുക്കുന്നത് കണ്ട് ഞാൻ ഇന്നും കറിയും. അപ്പൊ എല്ലാവരും പറയും, ഇനി നിനക്ക് സ്വപ്നത്തെ പോലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര ഭാരം. അങ്ങനെ ഇരിക്കുമ്പോ ഒരു വ്യക്തി മുഖാന്തരം പറഞ്ഞിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി അവിടെ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ തങ്ക് തകർന്നപ്പോ പ്രാർത്ഥിച്ചൊന്ന് ഞാൻ പ്രഗലന്റായി. അപ്പൊ അന്നത്തെ വിശ്വാസത്തില് കൊച്ചിന് ചോറ് കൊടുക്കാൻ അവിടെ കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് ഒരു ചോറ്റാനിക്കൽ അമ്മ ഫോട്ടോ കൊണ്ടുവന്നു, വീട്ടിൽ വെച്ചു. അപ്പൊ 2 ഫോട്ടോയി. അങ്ങനെ വിളക്ക് വെച്ച് മുന്നോട്ട് ജീവിച്ചായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്താൽ എന്റെ ഉള്ളിലെ ദൈവം ഒരാളുണ്ട് എന്നുള്ള ചിന്ത, ആ ദൈവം ആരെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ദൈവവാസി വന്നപ്പോ അതെല്ലാം ഞാൻ മാറ്റി. അത് മനുഷ്യന്റെ കൈകൊണ്ട് മനുഷ്യൻ ഭാവനയിൽ വരച്ചു വെച്ച് നമ്മൾ അത് വണങ്ങണം. നമുക്ക് തെറ്റാന്ന് ബോധ്യം, മനുഷ്യന്റെ ബുദ്ധിയില് ഭാവനയിൽ വരച്ചു വെക്കണം. നമ്മള് ദൈവന്ന് ഫുട്പാത്തിൽ വരെ ഇഷ്ടംപോലെ ദൈവങ്ങളെ ഉണ്ടാക്കി പറ്റും. നമ്മളത് വാങ്ങി കൊണ്ട് വെക്കണം. അന്നത്തെ അറിവ് അതല്ല. അറിയായ്മയുടെ കാലം ദൈവം നമ്മളെ കണക്കിട്ടില്ല. നമ്മൾ ഹിന്ദു മതത്തിൽ ജനിച്ച എന്റെ കുറ്റല്ലോ ഞാൻ ജനിച്ചത്, ക്രിസ്തു മതത്തിൽ ജനിക്കണം, മുസ്ലിം മതത്തിൽ, നമ്മൾ ആരെയും കുറ്റല്ല. അറിഞ്ഞതെല്ലാം നമ്മളനുസരിച്ച് നമ്മൾ ജീവിക്കണം. പക്ഷെ വചനപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ മനുഷ്യന്മാരെ കാണാൻ ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അത് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു പിന്നീട് മനസ്സിലായത്. നമ്മൾ സത്യസന്ധമായി അന്വേഷിക്കണം, തീർച്ചയായിട്ടും കണ്ടെത്തും, ആരായാലും ഏത് വ്യക്തിയായാലും. ആമേൻ, സ്തോത്രം. അങ്ങനെ കർത്താവിനെ ദൈവത്തെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നതല്ലേ? ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ സിസ്റ്ററെ. ഇത്രത്തോളം കർത്താവ് ഉപയോഗിക്കുന്നില്ല. അനേകർക്ക് ഒരാശ്വാസവും തണലും തണുപ്പും സുവിശേഷത്തിന്റെ വിത്ത് അനേകരിൽ വിതയ്ക്കുവാന് പ്രിയ സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ സ്വർഗത്തിലെ ദൈവമേ, ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസരം എന്റെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് അറിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ദൈവം ആരാണെന്ന് അറിഞ്ഞ് ഇന്ന് ലക്ഷ്യബോധത്തോടെ ഞാൻ ജീവിക്കുന്നു. ഈ സത്യം ദൈവമേ മറ്റുള്ളവരെ അറിയാൻ തക്കണം. മറ്റുള്ള എന്റെ രക്തബന്ധങ്ങളിൽപ്പെട്ടവരും ബന്ധുമിത്രാതിരും എന്റെ സ്നേഹിതരും അനേകരെ ഈ സത്യം അറിയാതിരിക്കും. ഞാൻ സത്യം അന്വേഷിച്ച് എന്നാൽ സത്യം എനിക്കറിയാൻ ദൈവം തന്ന കൃപ
മാത്രമാണ് പറയാനുള്ളത്. ആ ഈ ദൈവത്തിന്റെ ഇപ്പൊ ഈ സാക്ഷ്യം കേട്ട അനേകർക്ക് അത് ഉപകാരമായി തീരണം. വിശ്വാസത്തിൽ യേശുവിനെ അംഗീകരിച്ചവർക്ക് അത് അവരുടെ ആത്മീയ വർധനവിന് കാരണമായി തീരണം. തുടർന്നും ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം മുന്നോട്ട് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നു. കേൾവിക്കാരായ വിശ്വാസികളായ ദൈവമക്കളെ അടിയനോർത്ത് പ്രാർത്ഥിക്കണം. ദേവദാസിയും കുടുംബവും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സാക്ഷ്യം കേട്ട അനേകർക്ക് അത് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന ചില ജീവിതങ്ങള് അത് ജീവനുള്ള ദൈവത്തെ അംഗീകരിക്കാനും അത് അവർക്ക് ഉപകാരമായി തീരാനും ആ നിത്യരാജ്യത്തിന്റെ അവകാശമായി തീരാനും സ്വർഗം ഇടയാക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് തമ്മിൽ പ്രാർത്ഥിക്കാൻ കൃപ ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ.